ആവശ്യപ്പെട്ടുകൊണ്ട് കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മഞ്ചേരി ഡിവിഷൻ ഓഫീസിലേക്കുള്ള മാർച്ചാണ്. ഈ വാഹനത്തിന്റെ തൊട്ടുപിറകെ സംഘടനാ വിരോധത്തിന്റെ പേരിൽ വഖഫ് ബോർഡ് കൈക്കൊള്ളുന്ന ഏകപക്ഷീയ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള മുസ്ലിം ജമാഅത്തിലെ മലപ്പുറം ജില്ലയുടെ സമുന്നതരായ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഇതുവഴി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രത്തിന്റെ ഐക്യവും ഒരുമയും ലക്ഷ്യം വെച്ച് വിഭാഗീയതയ്ക്ക് അതീതമായി കൈകാര്യം ചെയ്യേണ്ട വഖഫ് സ്വത്ത് ചില സംഘടനാ വിരോധത്തിന്റെ പേരിൽ ചിലരുടെ മാത്രം കുത്തകയാക്കാൻ അനുവദിക്കുകയില്ല എന്ന് ചേർത്തരം പ്രഖ്യാപിച്ചുകൊണ്ട് കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മഞ്ചേരി ഡിവിഷൻ വഖഫ് ഓഫീസിലേക്കുള്ള മാർച്ചാണ് ഇതുവഴി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. സംഘടനാ വിരോധത്തിന്റെ പേരിൽ വഖഫ് ബോർഡ് കൈക്കൊള്ളുന്ന ഏകപക്ഷീയ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മഞ്ചേരി ഡിവിഷൻ വഖഫ് ഓഫീസിലേക്കുള്ള മാർച്ചാണ് മഞ്ചേരി ജനറൽ ആശുപത്രിക്ക് സമീപത്തു നിന്നും സമാരംഭം കുറിച്ചുകൊണ്ട് ഇതുവഴി കടന്നു വരുന്നത്. ജീവിതത്തിൽ പുണ്യങ്ങൾ മാത്രം കേരള വഖഫ് ബോർഡിന്റെ സ്വേച്ഛാധിപത്യ നയനിലപാടുകൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ല മഞ്ചേരി ഡിവിഷൻ വഖഫ് ഓഫീസിലേക്കുള്ള പ്രതിഷേധ മാർച്ചാണ് ഈ വഴിത്താരകളിലൂടെ കടന്നു വരുന്നത്. സംഘടനാ വിരോധത്തിന്റെ പേരിൽ നിലവിലെ വഖഫ് ബോർഡ് ജുഡീഷ്യൽ സമിതിയുടെ സ്വേച്ഛാധിപത്യ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വഖഫ് സംബന്ധമായ തർക്കങ്ങളിൽ വഖഫ് നിയമങ്ങൾ പോലും പരിഗണിക്കാതെ തീർപ്പ് കൽപ്പിക്കുന്ന സ്വേച്ഛാധിപത്യ നിലപാടുകൾക്കെതിരെ മലപ്പുറം ജില്ല കേരള മുസ്ലിം ജമാഅത്തിന്റെ കീഴിൽ അണിനിരക്കുന്ന പ്രതിഷേധം മാർച്ചാണ് മഞ്ചേരി ഡിവിഷൻ ഓഫീസിലേക്ക് വഖഫ് ഓഫീസിലേക്ക് നടക്കുന്ന പ്രതിഷേധ മാർച്ചാണ് വെടിത്താരകളിലൂടെ കടന്നു വരുന്നത്. സുന്നി ഭൂരിപക്ഷ മഹല്ലുകളിൽ പോലും മറുവിഭാഗത്തിന്റെ താൽപര്യങ്ങൾക്ക് വഴങ്ങി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും റിസീവറെ നിയമിച്ച് കൃത്രിമ വോട്ടേഴ്സ് ലിസ്റ്റിലൂടെ മഹല്ല് ഭരണം പിടിച്ചെടുക്കാൻ ഒത്താശ ചെയ്തു കൊടുക്കുന്ന സ്വേച്ഛാധിപതികൾക്കെതിരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് മലപ്പുറം ജില്ല കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകർ അണിനിരക്കുന്ന പ്രതിഷേധം മാർച്ചാണ് ഈ വഴിത്താരകളിലൂടെ മഞ്ചേരി വഖഫ് ഓഫീസിലേക്കുള്ള മാർച്ചാണ് ഈ വഴിത്താരകളിലൂടെ കടന്നു വരുന്നത്. ആശീർവദിക്കുക. കേരള വഖഫ് ബോർഡിന്റെ പക്ഷപാതപരമായ നയനിലപാടുകൾക്കെതിരെ സംഘടനാ വിരോധത്തിന്റെ പേരിൽ നിലവിലെ വഖഫ് ബോർഡ് ജുഡീഷ്യൽ സമിതിയുടെ സ്വേച്ഛാധിപത്യ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വഖഫ് സംബന്ധമായ തർക്കങ്ങളിൽ വഖഫ് നിയമങ്ങൾ പോലും പരിഗണിക്കാതെ തീർപ്പ് കൽപ്പിക്കുന്ന സ്വേച്ഛാധിപത്യ നിലപാടുകൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് കേരള മുസ്ലിം ജമാഅത്ത് മഞ്ചേരി ഡിവിഷൻ വഖഫ് ഓഫീസിലേക്ക് നടത്തപ്പെടുന്ന പ്രതിഷേധ മാർച്ചാണ് ഈ രാജ്യവീഥികളിലൂടെ കടന്നു വരുന്നത്. സുന്നി ഭൂരിപക്ഷ മഹല്ലുകളിൽ പോലും മറുവിഭാഗത്തിന്റെ താൽപര്യങ്ങൾക്ക് വഴങ്ങി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും റിസീവറെ നിയമിച്ച് കൃത്രിമ വോട്ടേഴ്സ് ലിസ്റ്റിലൂടെ മഹല്ല് ഭരണം പിടിച്ചെടുക്കാൻ ഒത്താശ ചെയ്തു കൊടുക്കുന്ന സ്വേച്ഛാധിപതികൾക്കെതിരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് കേരള മുസ്ലിം ജമാഅത്തിന്റെ ധർമ്മധീരരായ നേതാക്കളും ഭടന്മാരും അണിനിരക്കുന്ന പ്രതിഷേധ ജ്വാലയാണ് ഈ വെടിത്താരകളിലൂടെ മഞ്ചേരി ഡിവിഷൻ വഖഫ് ഓഫീസിലേക്ക് നടക്കുന്ന പ്രതിഷേധ മാർച്ചാണ് ഈ രാജ്യവീഥികളിലൂടെ കടന്നു വരുന്നത്. കേരള വഖഫ് ബോർഡിന്റെ സ്വേച്ഛാധിപത്യ നയനിലപാടുകൾക്കെതിരെ സംഘടനാ വിരോധത്തിന്റെ പേരിൽ നിലവിലെ വഖഫ് ബോർഡ് ജുഡീഷ്യൽ സമിതിയുടെ സ്വേച്ഛാധിപത്യ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വഖഫ് സംബന്ധമായ തർക്കങ്ങളിൽ വഖഫ് നിയമങ്ങൾ പോലും പരിഗണിക്കാതെ തീർപ്പ് കൽപ്പിക്കുന്ന സ്വേച്ഛാധിപത്യ നിലപാടുകൾക്കെതിരെ മലപ്പുറം ജില്ല കേരള മുസ്ലിം ജമാഅത്തിന്റെ കർമ്മധീരരായ ഭടന്മാരും നേതാക്കന്മാരും പണ്ഡിതന്മാരും അണിനിരക്കുന്ന പ്രതിഷേധ ജ്വാലയാണ് ഈ വെടിത്താരകളിലൂടെ കടന്നു വരുന്നത്.
അധികാരത്തിൽ ചിന്തബലത്താൽ എന്തും ചെയ്യാമെന്നാണെങ്കിൽ ഭരണബലത്താൽ ചെറുത്തു നിൽക്കാൻ അറച്ചു നിൽക്കില്ലോത്തോളോ മുസ്ലിം ജമാഅത്ത് സിന്ദാബാദ്, മുസ്ലിം ജമാഅത്ത് സിന്ദാബാദ്, മുസ്ലിം ജമാഅത്ത് സിന്ദാബാദ്. മോഹന വാഗ്ദാനങ്ങൾ നൽകി അപ്പ കഷ്ടം നെച്ചു നീട്ടി സുന്നി രോഷം തടഞ്ഞു നിർത്താൻ രാഷ്ട്രീയക്കാർക്കാവില്ല. സുന്നി വഖഫുകൾ കയ്യേറാനായി നോട്ടീസ് നൽകി റിസീവർ വിട്ട് കക്ഷിത്വത്തിൽ പങ്കുചേർന്ന് സർക്കാർ പദവിയെ വഞ്ചിക്കുന്നോർ നീതി പുലർത്താൻ കഴിയില്ലെങ്കിൽ ഒഴിഞ്ഞു നിൽക്കൂ മാന്യതയാലെ അന്തസ്സുള്ളവരുണ്ടോ എവിടെ? മറുപടി വേണം ഞങ്ങൾക്ക്. മുസ്ലിം ജമാഅത്ത് സിന്ദാബാദ്, വഖഫ് ബോർഡ് മാർച്ച് സിന്ദാബാദ്. ജമയും വിജയും ചേളാരികളും ഒറ്റ മനസ്സാൽ ഒരുമിക്കുന്നു. ലക്ഷ്യം സുന്നി വഖഫുകളാണ്. തലമുറ മുമ്പ് മരിച്ചോർക്കെല്ലാം വോട്ടവകാശം പതിച്ചു നൽകി പള്ളി പിടിക്കാൻ സ്വത്ത് പിടിക്കാൻ തെരഞ്ഞെടുപ്പിൽ പുകവറകാട്ടി രാഷ്ട്രത്തോടെ ഇനിയും വന്നാൽ കയ്യും കെട്ടി കാഴ്ചക്കാരായി ും സുന്നികളെന്ന് രാഷ്ട്രീയക്കാർ കരുതണ്ട. മുസ്ലിം ജമാഅത്ത് സിന്ദാബാദ്, മുസ്ലിം ജമാഅത്ത് സിന്ദാബാദ്, വഖഫ് ബോർഡ് മാർച്ച് സിന്ദാബാദ്, വഖഫ് ബോർഡ് മാർച്ച് സിന്ദാബാദ്. മോക്ഷം തേടി പുണ്യം തേടി മോക്ഷം തേടി നല്ല മനുഷ്യർ ചെയ്തൊരു നന്മ നൽകിയ സ്വത്തുക്കൾ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള സംസ്ഥാനത്തെ വഖഫ് ബോർഡ് പക്വതയില്ല നടപടിയാലെ
പക്വതയില്ല നടപടിയാണ്. നാട്ടിൽ കലുഷം തീർക്കുന്നു, നാട്ടിൽ കലുഷം തീർക്കുന്നു, കലുഷം തീർക്കുന്നു. നാട്ടിൽ കലുഷം തീർക്കുന്നു. ഇതിന് പോലും ആളില്ലാത്തവർ, പേരിന് പോലും ആളില്ലാത്തവർ, ഇതിന് പോലും ആളില്ലാത്തവർ പേരിന് പോലും ആളില്ലാത്തവർ പേരിൽ പരാതി കൊടുത്താൽ, കള്ളപ്പേരിൽ പരാതി കൊടുത്താൽ, പേരിൽ പരാതി കൊടുത്താൽ കള്ളപ്പേരിൽ പരാതി കൊടുത്താൽ ഉത്തരവിട്ട്, കിട്ടിയ പാട് ഉത്തരവിട്ട്, കിട്ടിയ പാട് ഉത്തരവിട്ട് പിടിക്കാനാളെ വിടുന്നവർ, പള്ളി പിടിക്കാൻ ആളെ വിടുന്നോർ, പിടിക്കാനാളെ വിടുന്നവർ, പള്ളി പിടിക്കാൻ ആളെ വിടുന്നോർ കളികൾ നിർത്തൂ വേഗം, കള്ളക്കളികൾ നിർത്തൂ വേഗം, കളികൾ നിർത്തൂ വേഗം. കള്ളക്കളികൾ നിർത്തൂ വേഗം. കാണാൻ കണ്ണില്ലെങ്കിൽ, സത്യം കാണാൻ കണ്ണില്ലെങ്കിൽ, കാണാൻ കണ്ണില്ലെങ്കിൽ സത്യം കാണാൻ കണ്ണില്ലെങ്കിൽ തുറക്കും നാൾ വരെയും, കണ്ണു തുറക്കും നാളുവരെയും, തുറക്കും നാൾ വരെയും കണ്ണു തുറക്കും നാളുവരെയും കത്തും സമരജ്വാലയുമായി, കത്തും സമരജ്വാലയുമായി, കത്തും സമരജ്വാലയുമായി കത്തും സമരജ്വാലയുമായി പടരും സുന്നി ശക്തി, കത്തിപ്പടരും സുന്നി ശക്തി, പടരും സുന്നി ശക്തി. കത്തിപ്പടരും സുന്നി ശക്തി. ഇതാണ് മറക്കണ്ട, താക്കീതാണ് മറക്കണ്ട, ഇതാണ് മറക്കണ്ട. താക്കീതാണ് മറക്കണ്ട. മുസ്ലിം ജമാഅത്ത് സിന്ദാബാദ്, മുസ്ലിം ജമാഅത്ത് സിന്ദാബാദ്, മുസ്ലിം ജമാഅത്ത് സിന്ദാബാദ്, മുസ്ലിം ജമാഅത്ത് സിന്ദാബാദ്, മാർച്ച് സിന്ദാബാദ്, വഖഫ് മാർച്ച് സിന്ദാബാദ്, മാർച്ച് സിന്ദാബാദ്. വഖഫ് മാർച്ച് സിന്ദാബാദ്. അധികാരത്തിൻ ചിഹ്നബലത്താൽ, അധികാരത്തിൻ ചിഹ്നബലത്താൽ, അധികാരത്തിൻ ചിഹ്നബലത്താൽ അധികാരത്തിൻ ചിഹ്നബലത്താൽ എന്തും ചെയ്യാമെന്നാണെങ്കിൽ, എന്തും ചെയ്യാമെന്നാണെങ്കിൽ, എന്തും ചെയ്യാമെന്നാണെങ്കിൽ എന്തും ചെയ്യാമെന്നാണെങ്കിൽ ബലത്താൽ ചെറുത്തു നിൽക്കാൻ, ധർമ്മബലത്താൽ ചെറുത്തു നിൽക്കാൻ, ബലത്താൽ ചെറുത്തു നിൽക്കാൻ, ധർമ്മബലത്താൽ ചെറുത്തു നിൽക്കാൻ അറച്ചു നിൽക്കാനാവില്ല. അറച്ചു അറച്ചു നിൽക്കില്ലോത്തോളെ, നിൽക്കില്ലോത്തോളോ അറച്ചു നിൽക്കില്ലോത്തോളെ വാഗ്ദാനങ്ങൾ നൽകി, മോഹനവാഗ്ദാനങ്ങൾ നൽകി, വാഗ്ദാനങ്ങൾ നൽകി, മോഹനവാഗ്ദാനങ്ങൾ നൽകി, കഷ്ണം വെച്ച് നീട്ടി, അപ്പക്കഷ്ടം വെച്ചു നീട്ടി, കഷ്ണം വെച്ചു നീട്ടി അപ്പക്കഷ്ടം വെച്ചു നീട്ടി. നീരാശം തടഞ്ഞു നിർത്താൻ, സുന്നി ദേശം തടഞ്ഞു നിർത്താൻ, നീരാശം തടഞ്ഞു നിർത്താൻ സുന്നി ദേശം തടഞ്ഞു നിർത്താൻ രാഷ്ട്രീയക്കാർക്കാവില്ല, രാഷ്ട്രീയക്കാർക്കാവില്ല, രാഷ്ട്രീയക്കാർക്കാവില്ല. രാഷ്ട്രീയക്കാർക്കാവില്ല. മുസ്ലിം ജമാഅത്ത് സിന്ദാബാദ്, മുസ്ലിം ജമാഅത്ത് സിന്ദാബാദ്, മുസ്ലിം ജമാഅത്ത് സിന്ദാബാദ്, മുസ്ലിം ജമാഅത്ത് സിന്ദാബാദ്, മാർച്ച് സിന്ദാബാദ്, വഖഫ് മാർച്ച് സിന്ദാബാദ്, മാർച്ച് സിന്ദാബാദ്. വഖഫ് മാർച്ച് സിന്ദാബാദ്. ഈ വഖഫുകൾ കയ്യേറാനായി, സുന്നി വഖഫുകൾ കയ്യേറാനായി, ഈ വഖഫുകൾ കയ്യേറാനായി സുന്നി വഖഫുകൾ കയ്യേറാനായി നോട്ടീസ് നൽകി റസീവറെ വിട്ട്, നോട്ടീസ് നൽകി റസീവറെ വിട്ട്, നോട്ടീസ് നൽകി റസീവറെ വിട്ട് നോട്ടീസ് നൽകി റസീവറെ വിട്ട് കക്ഷിത്വത്തിൽ പങ്കുചേർന്ന്, കക്ഷിത്വത്തിൽ പങ്കുചേർന്ന്, കക്ഷിത്വത്തിൽ പങ്കുചേർന്ന് കക്ഷിത്വത്തിൽ പങ്കുചേർന്ന് സർക്കാർ പദവിയെ വഞ്ചിക്കുന്നോർ, സർക്കാർ പദവിയെ വഞ്ചിക്കുന്നോർ, സർക്കാർ പദവിയെ വഞ്ചിക്കുന്നോർ സർക്കാർ പദവിയെ വഞ്ചിക്കുന്നോർ നീതി പുലർത്താൻ കഴിയില്ലെങ്കിൽ, നീതി പുലർത്താൻ കഴിയില്ലെങ്കിൽ, നീതി പുലർത്താൻ കഴിയില്ലെങ്കിൽ നീതി പുലർത്താൻ കഴിയില്ലെങ്കിൽ ഇന്ന് നിൽക്കൂ മാന്യതയാലെ, ഒഴിഞ്ഞു നിൽക്കൂ മാന്യതയാലെ, ഇന്ന് നിൽക്കൂ മാന്യതയാലെ. ഒഴിഞ്ഞു നിൽക്കൂ മാന്യതയാലെ. അന്തസ്സുള്ളവരുണ്ടോ ഇവിടെ, അന്തസ്സുള്ളവരുണ്ടോ ഇവിടെ, അന്തസ്സുള്ളവരുണ്ടോ ഇവിടെ. അന്തസ്സുള്ളവരുണ്ടോ ഇവിടെ. മറുപടി വേണം ഞങ്ങൾക്ക്, മറുപടി വേണം ഞങ്ങൾക്ക്, മറുപടി വേണം ഞങ്ങൾക്ക്. മറുപടി വേണം ഞങ്ങൾക്ക്. മുജയും ചേളാരികളും, ജനയും വിജയും ചേളാരികളും, മുജയും ചേളാരികളും ജനയും വിജയും ചേളാരികളും മനസ്സാൽ ഒരുമിക്കുന്നു, ഒറ്റ മനസ്സാൽ ഒരുമിക്കുന്നു, മനസ്സാൽ ഒരുമിക്കുന്നു. ഒറ്റ മനസ്സാൽ ഒരുമിക്കുന്നു. ലക്ഷ്യം സുന്നി വഖഫുകളാണ്, ലക്ഷ്യം സുന്നി വഖഫുകളാണ്, ലക്ഷ്യം സുന്നി വഖഫുകളാണ്. ലക്ഷ്യം സുന്നി വഖഫുകളാണ്. മുമ്പ് മരിച്ചോർക്കെല്ലാം, തലമുറ മുമ്പ് മരിച്ചോർക്കെല്ലാം, മുമ്പ് മരിച്ചോർക്കെല്ലാം തലമുറ മുമ്പ് മരിച്ചോർക്കെല്ലാം. മുഴുവൻ പ്രവർത്തകരും കൈകളിലുള്ള പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിക്കണമെന്നറിയിക്കുന്നു. മുസ്ലിം ജമാഅത്ത് സിന്ദാബാദ്, മുസ്ലിം ജമാഅത്ത് സിന്ദാബാദ്, മുസ്ലിം ജമാഅത്ത് സിന്ദാബാദ്, മുസ്ലിം ജമാഅത്ത് സിന്ദാബാദ്, മാർച്ച് സിന്ദാബാദ്, വഖഫ് സിന്ദാബാദ്, മാർച്ച് സിന്ദാബാദ്. വഖഫ് സിന്ദാബാദ്. മുമ്പ് മരിച്ചോർക്കെല്ലാം, തലമുറ മുമ്പ് മരിച്ചോർക്കെല്ലാം, മുമ്പ് മരിച്ചോർക്കെല്ലാം തലമുറ മുമ്പ് മരിച്ചോർക്കെല്ലാം അവകാശം പതിച്ചു നൽകി, അവകാശം പതിച്ചു നൽകി, അവകാശം പതിച്ചു
കയ്യും കെട്ടി കാഴ്ചക്കാരായി കയ്യും കെട്ടി കാഴ്ചക്കാരായി കയ്യും കെട്ടി കാഴ്ചക്കാരായി വെറുതെ ഇരിക്കും സുന്നികളെന്ന് വെറുതെ ഇരിക്കും സുന്നികളെന്ന് വെറുതെ ഇരിക്കും സുന്നികളെന്ന് വെറുതെ ഇരിക്കും സുന്നികളെന്ന് രാഷ്ട്രീയക്കാർ കരുതണ്ട രാഷ്ട്രീയക്കാർ കരുതണ രാഷ്ട്രീയക്കാർ കരുതണ്ട രാഷ്ട്രീയക്കാർ കരുതണ മുസ്ലിം ജമാഅത്ത് സിന്ദാബാദ് മുസ്ലിം ജമാഅത്ത് സിന്ദാബാദ് മോക്ഷം തേടി പുണ്യം തേടി മോക്ഷം തേടി പുണ്യം തേടി മോക്ഷം തേടി പുണ്യം തേടി മോക്ഷം തേടി നല്ല മനുഷ്യർ ചെയ്തൊരു നന്മ നല്ല മനുഷ്യർ ചെയ്തൊരു നന്മ നല്ല മനുഷ്യർ ചെയ്തൊരു നന്മ നല്ല മനുഷ്യർ ചെയ്തൊരു നന്മ ഒറ്റവായി നൽകിയ സ്വത്തുക്കൾ ഒറ്റവായി നൽകിയ സ്വത്തുക്കൾ ഒറ്റവായി നൽകിയ സ്വത്തുക്കൾ ഒറ്റവായി നൽകിയ സ്വത്തുക്കൾ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള സംരക്ഷിക്കാൻ ബാധ്യതയുള്ള സംരക്ഷിക്കാൻ ബാധ്യതയുള്ള സംരക്ഷിക്കാൻ ബാധ്യതയുള്ള സംസ്ഥാനത്തെ വഖഫ് ബോർഡ് സംസ്ഥാനത്തെ വഖഫ് ബോർഡ് സംസ്ഥാനത്തെ വഖഫ് ബോർഡ് സംസ്ഥാനത്തെ വഖഫ് ബോർഡ് പക്വതയില്ല നടപടിയാല് പക്വതയില്ല നടപടിയാല് പക്വതയില്ല നടപടിയാല് നാട്ടിൽ കലുഷം തീർക്കുന്നു നാട്ടിൽ കലുഷം തീർക്കുന്നു നാട്ടിൽ കലുഷം തീർക്കുന്നു നാട്ടിൽ കലുഷം തീർക്കുന്നു പേരിന് പോലും ആളില്ലാത്തവർ പേരിന് പോലും ആളില്ലാത്തവർ പേരിന് പോലും ആളില്ലാത്തവർ പേരിന് പോലും ആളില്ലാത്തവർ കള്ളപ്പേരി പരാതി കൊടുത്താൽ കള്ളപ്പേരിൽ പരാതി കൊടുത്താൽ കള്ളപ്പേരി പരാതി കൊടുത്താൽ കള്ളപ്പേരിൽ പരാതി കൊടുത്താൽ കൃത്യപാടെ ഉത്തരവിട്ട് കൃത്യപാടെ ഉത്തരവിട്ട് കൃത്യപാടെ ഉത്തരവിട്ട് കൃത്യപാടെ ഉത്തരവിട്ട് പള്ളി പിടിക്കാനാണ് വിടുന്നു പള്ളി പിടിക്കാൻ ആളെ വിടുന്നു പള്ളി പിടിക്കാനാണ് വിടുന്നു പള്ളി പിടിക്കാൻ ആളെ വിടുന്നു കളികൾ നിർത്തൂ വേഗം കള്ളക്കളികൾ കളികൾ നിർത്തൂ വേഗം പിടിക്കാനാണ് വിടുന്നു പള്ളി പിടിക്കാൻ ആളെ വിടുന്നു കളികൾ നിർത്തൂ വേഗം കള്ളക്കളികൾ നിലവിലോ കളികൾ നിർത്തൂ വേഗം കള്ളക്കളികൾ നിലവിലോ മുസ്ലിം ജമാഅത്ത് സിന്ദാബാദ് മുസ്ലിം ജമാഅത്ത് സിന്ദാബാദ് സിന്ദാബാദ് സത്യം കാണാൻ കണ്ണില്ലെങ്കിൽ സത്യം കാണാൻ കണ്ണില്ലെങ്കിൽ സത്യം കാണാൻ കണ്ണില്ലെങ്കിൽ സത്യം കാണാൻ കണ്ണില്ലെങ്കിൽ കണ്ണു തുറക്കും നാൾ വരെയും കണ്ണു തുറക്കും നാളുവരെയും കണ്ണു തുറക്കും നാൾ വരെയും കണ്ണു തുറക്കും നാളുവരെയും കത്തും സമരച്ചോളയുമായി കത്തും സമരശാലയുമായി കത്തും സമരച്ചോളയുമായി കത്തും സമരശാലയുമായി കത്തിപ്പടരും സുന്നി ശക്തി കത്തിപ്പടരും സുന്നി ശക്തി കത്തിപ്പടരും സുന്നി ശക്തി കത്തിപ്പടരും സുന്നി ശക്തി താക്കീതാണ് മറക്കണ്ട സാക്ഷിയാണ് മറക്കണ്ട താക്കീതാണ് മറക്കണ്ട സാക്ഷിയാണ് മറക്കണ്ട സിന്ദാബാദ് മുസ്ലിം ജമാഅത്ത് സിന്ദാബാദ് സിന്ദാബാദ് മുസ്ലിം ജമാഅത്ത് സിന്ദാബാദ് അധികാരത്തിൻ പിന്നബലത്താൽ അധികാരത്തിൻ പിന്നബലത്താൽ അധികാരത്തിൻ പിന്നബലത്താൽ അധികാരത്തിൻ പിന്നബലത്താൽ എന്തും ചെയ്യാമെന്നാണെങ്കിൽ എന്തും ചെയ്യാമെന്നാണെങ്കിൽ എന്തും ചെയ്യാമെന്നാണെങ്കിൽ ധർമ്മബലത്താൽ ചെറുത്തു നിൽക്കാൻ ധർമ്മബലത്താൽ ചെറുത്തു നിൽക്കാൻ ധർമ്മബലത്താൽ ചെറുത്തു നിൽക്കാൻ ധർമ്മബലത്താൽ ചെറുത്തു നിൽക്കാൻ അറച്ചു നിൽക്കില്ലോത്തോളോ അറച്ചു നിൽക്കില്ലോത്തോളോ അറച്ചു നിൽക്കില്ലോത്തോളോ അറച്ചു നിൽക്കില്ലോത്തോളോ ഓഹരവത്താനങ്ങൾ നൽകി ഓഹനവത്താനങ്ങൾ നൽകി ഓഹരവത്താനങ്ങൾ നൽകി ഓഹനവത്താനങ്ങൾ നൽകി അപ്പക്കഷ്ണം വെച്ചു നീട്ടി അപ്പക്കഷ്ടം വെച്ചു നീട്ടി അപ്പക്കഷ്ണം വെച്ചു നീട്ടി അപ്പക്കഷ്ടം വെച്ചു നീട്ടി പിന്നീരാശം തടഞ്ഞു നിർത്താൻ പുന്നീരേശം തടഞ്ഞു നിർത്താൻ പിന്നീരാശം തടഞ്ഞു നിർത്താൻ പുന്നീരേശം തടഞ്ഞു നിർത്താൻ രാഷ്ട്രീയക്കാർക്കാവില്ല 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 മുസ്ലിം ജമാഅത്ത് സിന്ദാബാദ് മുസ്ലിം ജമാഅത്ത് സിന്ദാബാദ് മുസ്ലിം ജമാഅത്ത് സിന്ദാബാദ് മുസ്ലിം ജമാഅത്ത് സിന്ദാബാദ് വഖഫ് മാർച്ച് സിന്ദാബാദ് വഖഫ് മാർച്ച് സിന്ദാബാദ് വഖഫ് മാർച്ച് സിന്ദാബാദ് വഖഫ് മാർച്ച് സിന്ദാബാദ് സുന്നി വഖഫുകൾ കയ്യേറാനായി സുന്നി വഖഫുകൾ കയ്യേറാനായി സുന്നി വഖഫുകൾ കയ്യേറാനായി സുന്നി വഖഫുകൾ കയ്യേറാനായി നോട്ടീസ് നൽകി റസീവറെ വിട്ട് നോട്ടീസ് നൽകി റിസീവറെ വിട്ട് നോട്ടീസ് നൽകി റസീവറെ വിട്ട് നോട്ടീസ് നൽകി റിസീവറെ വിട്ട് കക്ഷിത്വത്തിൽ പങ്കുചേർന്ന് കക്ഷിത്വത്തിൽ പങ്കുചേർന്ന് കക്ഷിത്വത്തിൽ പങ്കുചേർന്ന് കക്ഷിത്വത്തിൽ പങ്കുചേർന്ന് സർക്കാർ പദവിയെ വഞ്ചിക്കുന്നോർ സർക്കാർ പദവിയെ വഞ്ചിക്കുന്നവർ സർക്കാർ പദവിയെ വഞ്ചിക്കുന്നോർ സർക്കാർ പദവിയെ വഞ്ചിക്കുന്നവർ നീതി പുലർത്താൻ കഴിയില്ലെങ്കിൽ നീതി പുലർത്താൻ കഴിയില്ലെങ്കിൽ നീതി പുലർത്താൻ കഴിയില്ലെങ്കിൽ നീതി പുലർത്താൻ കഴിയില്ലെങ്കിൽ ഒഴിച്ചു നിൽക്കൂ മാന്യതയാലെ ഒഴിഞ്ഞു നിൽക്കൂ മാന്യതയാലെ ഒഴിച്ചു നിൽക്കൂ മാന്യതയാലെ
ഒഴിഞ്ഞു നിൽക്കൂ മാന്യതയാല്. അന്തസ്സുള്ളവരുണ്ടോ ഇവിടെ? അന്തസ്സുള്ളവരുണ്ടോ അവിടെ? അന്തസ്സുള്ളവരുണ്ടോ ഇവിടെ? അന്തസ്സുള്ളവരുണ്ടോ എവിടെ? മറുപടി വേണം ഞങ്ങൾക്ക്, മറുപടി വേണം ഞങ്ങൾക്ക്, മറുപടി വേണം ഞങ്ങൾക്ക്. മറുപടി വേണം ഞങ്ങൾക്ക്. സിന്ദാബാദ്, മുസ്ലിം ജമാഅത്ത് സിന്ദാബാദ്, മാർച്ച് സിന്ദാബാദ്. വഖഫ് ബോർഡ് മാർച്ച് സിന്ദാബാദ്. മുജയും ചാലാരികളും സമയം മുജയും ചാലാരികളും. സുഹൃത്തുക്കളെ, നമ്മുടെ മാർച്ച് തുടങ്ങിയ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ നിന്ന് ഇനിയും നമ്മുടെ പ്രവർത്തകർ ഇനിയും 10,000 കാത്തു നിൽക്കുകയാണ്. അതുകൊണ്ട് സുന്നി സംഘശക്തിക്ക് മുമ്പിൽ അധികാരികൾ കണ്ണുതുറക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാം നടത്തുന്ന ഈ വഖഫ് മാർച്ച് അധികാരികൾക്കുള്ള താക്കീതാണ്. മുസ്ലിം ജമാഅത്ത് സിന്ദാബാദ്, വഖഫ് ബോർഡ് മാർച്ച് സിന്ദാബാദ്, വഖഫ് ബോർഡ് മാർച്ച് സിന്ദാബാദ്. ചാലാരികളും സമയം മുജയും ചാലാരികളും, സമയം മുജയും ചാലാരികളും സമയം മുജയും ചാലാരികളും. ഒറ്റവലസാലൊരുമിക്കുന്നു, ഒരുമിക്കുന്നു, ഒറ്റവലസാലൊരുമിക്കുന്നു. ലക്ഷ്യം സുന്നി വഖഫുകളാണ്, ലക്ഷ്യം സുന്നി വഖഫുകളാണ്, ലക്ഷ്യം സുന്നി വഖഫുകളാണ്, ലക്ഷ്യം സുന്നി വഖഫുകളാണ്. മുസ്ലിം ജമാഅത്ത് സിന്ദാബാദ്, മുസ്ലിം ജമാഅത്ത് സിന്ദാബാദ്, മുസ്ലിം ജമാഅത്ത് സിന്ദാബാദ്, മുസ്ലിം ജമാഅത്ത് സിന്ദാബാദ്. വഖഫ് ബോർഡ് മാർച്ച് സിന്ദാബാദ്, വഖഫ് ബോർഡ് മാർച്ച് സിന്ദാബാദ്, വഖഫ് ബോർഡ് മാർച്ച് സിന്ദാബാദ്. വഖഫ് ബോർഡ് മാർച്ച് സിന്ദാബാദ്. തലമുറ മുമ്പ് മരിച്ചോർക്കെല്ലാം, തലമുറ മുമ്പ് മരിച്ചോർക്കെല്ലാം, തലമുറ മുമ്പ് മരിച്ചോർക്കെല്ലാം, തലമുറ മുമ്പ് മരിച്ചോർക്കെല്ലാം വോട്ടവകാശം പതിച്ചു നൽകി, വോട്ടവകാശം പതിച്ചു നൽകി. നമ്മുടെ ഈ കോഴിക്കോട് റോഡ് ഒരു കാരണവശാലും ബ്ലോക്ക് വരരുത്, പരമാവധി പ്രവർത്തകർ ഒതുങ്ങി നിൽക്കണമെന്ന് അറിയിക്കുന്നു. നേരത്തെ പറഞ്ഞ പ്രകാരം 10,000 ഇനിയും നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതിലേക്ക് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ബ്ലോക്ക് വരാതെ സൗമ്യമായി നമ്മുടെ പരിപാടി നടത്തേണ്ടതുണ്ട്. എല്ലാവരും സഹകരിക്കണം. മുസ്ലിം ജമാഅത്ത് സിന്ദാബാദ്, വഖഫ് ബോർഡ് മാർച്ച് സിന്ദാബാദ്, വഖഫ് ബോർഡ് മാർച്ച് സിന്ദാബാദ്. മുമ്പ് മരിച്ചോർക്കെല്ലാം, തലമുറ മുമ്പ് മരിച്ചോർക്കെല്ലാം, തലമുറ മുമ്പ് മരിച്ചോർക്കെല്ലാം, തലമുറ മുമ്പ് മരിച്ചോർക്കെല്ലാം വോട്ടവകാശം പതിച്ചു നൽകി, വോട്ടവകാശം പതിച്ചു നൽകി, വോട്ടവകാശം പതിച്ചു നൽകി. വോട്ടവകാശം പതിച്ചു നൽകി. പള്ളി പിടിക്കാൻ സ്വത്ത് പിടിക്കാൻ, പള്ളി പിടിക്കാൻ സ്വത്ത് പിടിക്കാൻ, പള്ളി പിടിക്കാൻ സ്വത്ത് പിടിക്കാൻ, പള്ളി പിടിക്കാൻ സ്വത്ത് പിടിക്കാൻ. തെരഞ്ഞെടുപ്പിൻ പുകമറ കാട്ടി, തിരഞ്ഞെടുപ്പിൽ മുഖമറ കാട്ടി, തെരഞ്ഞെടുപ്പിൻ പുകമറ കാട്ടി. തിരഞ്ഞെടുപ്പിൽ മുഖമറ കാട്ടി. രാഷ്ട്രത്തോടെ ഇനിയും വന്നാൽ, രാഷ്ട്രത്തോടെ ഇനിയും വന്നാൽ, രാഷ്ട്രത്തോടെ ഇനിയും വന്നാൽ, രാഷ്ട്രത്തോടെ ഇനിയും വന്നാൽ. കയ്യും കെട്ടി കാഴ്ചക്കാരായി, കയ്യും കെട്ടി കാഴ്ചക്കാരായി, കയ്യും കെട്ടി കാഴ്ചക്കാരായി. കയ്യും കെട്ടി കാഴ്ചക്കാരായി. വെറുതെ ഇരിക്കും സുന്നികളെന്ന്, വെറുതെ ഇരിക്കും ചൊല്ലികളെന്ന്, വെറുതെ ഇരിക്കും സുന്നികളെന്ന് വെറുതെ ഇരിക്കും ചൊല്ലികളെന്ന്. രാഷ്ട്രീയക്കാർ കരുതണ്ട, രാഷ്ട്രീയക്കാർ കരുതണ്ട, രാഷ്ട്രീയക്കാർ കരുതണ്ട. രാഷ്ട്രീയക്കാർ കരുതണ്ട. മുസ്ലിം ജമാഅത്ത് സിന്ദാബാദ്, മുസ്ലിം ജമാഅത്ത് സിന്ദാബാദ്, മുസ്ലിം ജമാഅത്ത് സിന്ദാബാദ്. മുസ്ലിം ജമാഅത്ത് സിന്ദാബാദ്. വഖഫ് ബോർഡ് മാർച്ച് സിന്ദാബാദ്, വഖഫ് ബോർഡ് മാർച്ച് സിന്ദാബാദ്, വഖഫ് ബോർഡ് മാർച്ച് സിന്ദാബാദ്. വഖഫ് ബോർഡ് മാർച്ച് സിന്ദാബാദ്. മുസ്ലിം ജമാഅത്ത് സിന്ദാബാദ്, മുസ്ലിം ജമാഅത്ത് സിന്ദാബാദ്. വഖഫ് ബോർഡ് മാർച്ച് സിന്ദാബാദ്, വഖഫ് ബോർഡ് മാർച്ച് സിന്ദാബാദ്. പുണ്യം തേടി മോക്ഷം തേടി, പുണ്യം തേടി മോക്ഷം തേടി, പുണ്യം തേടി മോക്ഷം തേടി. പുണ്യം തേടി മോക്ഷം തേടി. നല്ല മനുഷ്യർ ചെയ്തൊരു നന്മ, നല്ല മനുഷ്യർ ചെയ്തൊരു നന്മ, നല്ല മനുഷ്യർ ചെയ്തൊരു നന്മ. നല്ല മനുഷ്യർ ചെയ്തൊരു നന്മ. വഖഫായി നൽകിയ സ്വത്തുക്കൾ, വഖഫായി നൽകിയ സ്വത്തുക്കൾ, വഖഫായി നൽകിയ സ്വത്തുക്കൾ വഖഫായി നൽകിയ സ്വത്തുക്കൾ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള, സംരക്ഷിക്കാൻ ബാധ്യതയുള്ള, സംരക്ഷിക്കാൻ ബാധ്യതയുള്ള സംരക്ഷിക്കാൻ ബാധ്യതയുള്ള സംസ്ഥാനത്തെ വഖഫ് ബോർഡ് സംസ്ഥാനത്തെ വഖഫ് ബോർഡ് പക്വതയില്ല നടപടിയാലെ, പക്വതയില്ല നടപടിയാലെ, പക്വതയില്ല നടപടിയാലെ പക്വതയില്ല നടപടിയാലെ നാട്ടിൽ കലുഷം തീർക്കുന്നു, നാട്ടിൽ കലുഷം തീർക്കുന്നു, നാട്ടിൽ കലുഷം തീർക്കുന്നു. നാട്ടിൽ കലുഷം തീർക്കുന്നു. പേരിന് പോലും പാടില്ലാത്തവർ, പേരിന് പോലും ആളില്ലാത്തവർ കള്ളപ്പേരിൽ പരാതി കൊടുത്താൽ, കള്ളപ്പേരിൽ പരാതി കൊടുത്താൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതര മത പ്രസ്ഥാനങ്ങൾക്ക് ഒരു സംഘടനയുടെ അഭിവാദ്യങ്ങൾ. അൽഹംദുലില്ലാ, കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് നടത്തുന്ന ഈ വഖഫ് ബോർഡ് മാർച്ച് അനീതിക്കെതിരെയുള്ള
ഏകപക്ഷീയമായ വഖഫ് ബോർഡിന്റെ തീരുമാനങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധ സ്വരമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരുപാട് പ്രവർത്തകർ സ്ഥാപിച്ച നമ്മുടെ തുടങ്ങിയ അവിടെ നിന്ന് തന്നെ ഇനിയും തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങൾ നേരം വളരെ വൈകിയതുകൊണ്ട് ഇനി നീട്ടിക്കൊണ്ടു പോകുന്നില്ല. നമ്മുടെ ഈ പരിപാടി ആരംഭിക്കുകയാണ്. വഖഫ് ബോർഡ് അർദ്ധ ജുഡീഷ്യറി സ്വഭാവമുള്ള അർദ്ധ ജുഡീഷ്യറി പദവിയുള്ള വഖഫ് ബോർഡ് ഏകപക്ഷീയമായ നിലപാടെടുത്തുകൊണ്ടുള്ള ഈ അവരുടെ പ്രവർത്തനങ്ങൾക്ക് ചെറിയൊരു പ്രതിഷേധമാണ് നമ്മളിവിടെ തുടങ്ങിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇതൊരു തുടക്കം മാത്രമാണ്. ഇനിയും ഇതിന് തുടർച്ചയായി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അതിന് സുന്നി മക്കൾ തയ്യാറാണെന്ന് വിളിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധ മാർച്ചാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇനി നമ്മുടെ ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സമസ്തകാര സുന്നി യുവജന സംഘം സ്റ്റേറ്റ് സെക്രട്ടറി ബഹുമാനപ്പെട്ട മജീദ് കക്കാട് അവർ ഉദ്ഘാടനം ചെയ്യുന്നു. അതേപോലെ നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി മറ്റ് നേതാക്കളൊക്കെ ഇവിടെയുണ്ട്. എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് വളരെ കഷ്ടപ്പെട്ട് നമ്മുടെ ഈ വെയിലത്ത് ഇവിടെ വിജയിപ്പിക്കുന്ന എല്ലാവർക്കും ഒന്നുകൂടി എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മജീദ് കക്കാട് അവർ ഉദ്ഘാടനത്തിന് വേണ്ടി ആദ്യം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വൽ ഫായിസീന ബില്ലാഹ് അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാന്യരായ സാദാത്തുക്കളെ, നേതാക്കളെ, പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ, നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിന്റെ ഭാഗമായി കേരളത്തിലെ സുന്നികൾ സംഘടിപ്പിച്ച ഒരു മാർച്ചാണ് ഇവിടെ നടക്കുന്നത്. നീതി നിഷേധമെന്ന് പറയുന്നത് ഒരു പൗരന്റെ മൗലികമായ അവകാശത്തിനെതിരെയുള്ള അതിന്റെ ലംഘനമാണ് എന്ന് ആ ബാലപാഠം പോലും അറിയാത്ത ഒരു മനുഷ്യനും ഇന്ത്യ രാജ്യത്തുണ്ടാവില്ല. സർക്കാർ എന്ന് പറയുന്നത്, സർക്കാർ സംവിധാനം എന്ന് പറയുന്നത് പ്രജകൾക്ക്, പൗരന്മാർക്ക് ആവശ്യമായ നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ്. ഈ സംവിധാനം ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥിതി പ്രകാരം ലോകരാജ്യങ്ങളിൽ ഏറ്റവും നല്ല ജനാധിപത്യ വ്യവസ്ഥിതിയുണ്ട് എന്ന് നാം അഭിമാനിക്കുന്ന ഇന്ത്യ രാജ്യത്ത് ഭരിക്കുന്ന ആളുകൾ ഭരണീയർക്ക് നൽകേണ്ട അവകാശങ്ങൾ ഏകപക്ഷീയമായി നിഷേധിക്കപ്പെടുമ്പോൾ ജനാധിപത്യ രീതിയിലുള്ള നിയമപരമായ മാർഗത്തിലൂടെയുള്ള സമരപരമായ പോരാട്ടങ്ങളിലേക്ക് ജനങ്ങൾ ഇറങ്ങിത്തിരിക്കേണ്ട അവസ്ഥ അത് ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ലാത്തതാണ്. ഭരണകൂടം എന്ന് പറയുന്നത് മുഴുവൻ ജനങ്ങളുടെയുമാണ്. തെരഞ്ഞെടുക്കപ്പെടുന്ന കക്ഷി രാഷ്ട്രീയത്തിന്റെ ഏതെങ്കിലും രൂപത്തിലുള്ള കൊടിയുടെയോ വർണ്ണത്തിന്റെയോ ചിഹ്നത്തിന്റെയോ ഭാഗമല്ല തെരഞ്ഞെടുത്ത് അധികാര കസേരയിൽ ഇരിക്കുന്ന ആളുകൾ എന്നത് ലോകത്ത് മുഴുവൻ നടക്കുന്ന, ലോക ജനത മുഴുവൻ അംഗീകരിക്കുന്ന ധർമ്മപരമായിരിക്കുന്ന ഒരു ചിന്താഗതിയാണ്. ഇന്ത്യയിലെ പാർലമെന്റ് പാസാക്കിയ പാർലമെന്റ് ആക്ട് പ്രകാരം രൂപീകൃതമായിരിക്കുന്ന എല്ലാ സ്റ്റേറ്റുകളിലെയും വഖഫ് ബോർഡ്, വഖഫ് സംരക്ഷണം എന്ന് പറയുന്ന, വഖഫ് മുതലുകൾ സംരക്ഷിക്കുക എന്ന് പറയുന്ന, വഖഫിലുണ്ടാകുന്ന തർക്കങ്ങളെ രമ്യമായി പരിഹരിക്കുക എന്ന് പറയുന്ന ഒരു സേവന പ്രവർത്തനമാണ് രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും അതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വഖഫിനെ സംരക്ഷിക്കുക മാത്രമല്ല, വഖഫിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള നിയമപരമായ പരിരക്ഷ നൽകുക, വഖഫിന്റെ ആളുകൾക്ക് വഖഫ് സംരക്ഷിക്കാൻ വേണ്ട നിയമം പഠിപ്പിച്ചു കൊടുക്കുക, എവിടെയെങ്കിലും വഖഫ് സ്വത്തുക്കൾക്ക് ഏതെങ്കിലും രൂപത്തിലുള്ള സഹായങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അത് നൽകുക തുടങ്ങി
സേവന പ്രവർത്തനങ്ങൾ വഖഫ് ബോർഡിന്റെ കീഴിൽ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ സ്റ്റേറ്റുകളിലും വളരെ വിപുലമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ മാത്രം തെരഞ്ഞെടുക്കപ്പെടുന്ന വഖഫ് ബോർഡ് ഏകപക്ഷീയമായ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നതാണ് സുന്നികളെ ഇന്ന് തെരുവിലിറക്കാൻ പ്രേരിതരാക്കിയിരിക്കുന്നത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് വഖഫ് ബോർഡ്? ഗവൺമെന്റിന്റെ കീഴിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു അർദ്ധ ജുഡീഷ്യറി സംവിധാനമാണ്, ഫാസ്റ്റ് ജുഡീഷ്യറി സംവിധാനം. അർദ്ധ ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ നിയമപ്രകാരം നീതി അർഹിക്കുന്നവർക്ക് തെളിവിന്റെ അടിസ്ഥാനത്തിൽ വിധി പ്രസ്താവിക്കേണ്ടവരാണ്. കേരളത്തിലെ വഖഫ് ബോർഡ് മാത്രം തെരഞ്ഞെടുക്കപ്പെടുന്ന അധികാരികളുടെ ഇംഗീതത്തിനോ പിന്നാമ്പുറത്ത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഭാഗങ്ങളുടെ ആവശ്യത്തിനോ അനുസരിച്ച് വഖഫ് ബോർഡിലെ ചില ആളുകൾ കുതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് കേരളത്തിലെ സുന്നികൾക്കെതിരിൽ പ്രവർത്തിക്കുന്നു എന്ന തിക്തമായ തീഷ്ണമായ ദുരനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുന്നത്. എന്താണ് അർദ്ധ ജുഡീഷ്യറി? അർദ്ധ ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ അവർക്ക് വിധി പ്രസ്താവത്തിന് അധികാരമുണ്ട്. വിധി പറയേണ്ടവരാണ് വഖഫ് ബോർഡ് അംഗങ്ങൾ. നിങ്ങൾ നോക്ക്, നിലവിലുള്ള കേരളത്തിലെ വഖഫ് ബോർഡ് അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് ഒരു വർഷം മുമ്പാണ്. ഒരു വർഷം മുമ്പ് കേരളത്തിലെ വഖഫ് ബോർഡ് അംഗങ്ങളെ തെരഞ്ഞെടുത്തു. ഈ ഒരു വർഷത്തിനിങ്ങോട്ട് കേരളത്തിലെ ഈ വഖഫ് ബോർഡിൽ നിന്നുണ്ടായിരിക്കുന്ന ഉത്തരവുകൾ പരിശോധിച്ചാൽ ആ ഉത്തരവുകളിൽ 90% കേരളത്തിലെ സുന്നികൾക്കെതിരെയുള്ള ഗൂഢതന്ത്രത്തിന്റെ ഭാഗമായുള്ള ഏകപക്ഷീയമായ വിധി പ്രസ്താവങ്ങളാണ് എന്ന് ഞങ്ങൾ ഇവിടെ പറയാൻ പോവുകയാണ്. അത് ഞങ്ങൾ തെളിയിക്കാൻ പോവുകയാണ്. കോടതികളിൽ വഖഫ് ബോർഡിന്റെ മുകളിൽ ഇന്ത്യ രാജ്യത്ത് നീതിന്യായ സംവിധാനമുണ്ട്. വഖഫ് ബോർഡിലെ അംഗങ്ങൾ മറക്കരുത്. നിങ്ങൾ അവസാന വാക്കല്ല. കേരളത്തിലെ വഖഫ് ബോർഡ് അംഗങ്ങൾ നീതിന്യായ വ്യവസ്ഥയുടെ അവസാന വാക്കല്ല. ആണെന്ന് തോന്നുന്നുവെങ്കിൽ അത് കുളത്തിലെ തവളയുടെ ചിന്തയാണ്. യാതൊരു സംശയവും വേണ്ട. അതിന് തെളിവുകൾ ഞങ്ങൾ പറയാം. ഈ ഒരു വർഷക്കാലത്തിനിടയിൽ കേരളത്തിലെ വഖഫ് ബോർഡിലെ ചില അംഗങ്ങളുടെ കുൽസിത ശ്രമത്തിന്റെ ഭാഗമായി നമ്മുടെ സുന്നികളുടെ സ്ഥാപനങ്ങൾക്കെതിരെ ഉണ്ടായ വിധി പ്രസ്താവങ്ങൾക്കെതിരെ അതിന്റെ മുകളിലുള്ള വഖഫ് ട്രിബ്യൂണലിലും ഹൈക്കോടതിയിലും നാം കേസ് കൊടുത്തപ്പോൾ വഖഫ് ബോർഡിന്റെ കേസിനെതിരെ നമുക്കനുകൂലമായ വിധി ഉണ്ടായിട്ടുണ്ട്. അത് സിംഗിൾ ബെഞ്ചുകളാണ്. കേരളത്തിലെ വഖഫ് ട്രിബ്യൂണൽ സിംഗിൾ ബെഞ്ചാണ്. ഒരാളാണ് വിധി പറയുന്നത്. ഹൈക്കോടതിയിൽ നമുക്കനുകൂലമായി കേസിന് വിധി ഉണ്ടായത് സിംഗിൾ ബെഞ്ചിൽ നിന്നാണ്. കേരളത്തിലെ 11 അംഗങ്ങളുള്ള വഖഫ് ബോർഡിൽ നിന്നുണ്ടായ വിധി നമുക്കെതിരാകുന്നത് എന്തുകൊണ്ടാണ് പരിശോധിക്കണ്ടേ? നമ്മൾ 11 ആളുകൾ ഇരുന്ന് തെളിവന്വേഷിച്ച് വിധി പ്രസ്താവിക്കുമ്പോൾ തെറ്റുവരികയും സിംഗിൾ ബെഞ്ച് അതിനെ തിരിച്ചുകയും ചെയ്യുന്നതിന്റെ പിന്നിലെ ഗൂഢതന്ത്രം തിരിച്ചറിയാൻ ഞങ്ങൾക്ക് കഴിയും. യാതൊന്നും അറിയാത്ത ആളുകളല്ല സുന്നികൾ. നിങ്ങൾക്കറിയോ, വഖഫ് ബോർഡിലെ ചില അംഗങ്ങളാണ് ഈ ഒരു നീക്കത്തിന്റെ പിറകിലുള്ളത്. തലശ്ശേരിയിൽ നിന്ന് വണ്ടി കയറുന്ന കേസില്ലാത്ത ഒരു വക്കീൽ, തലശ്ശേരിയിൽ നിന്ന് അദ്ദേഹം കോഴിക്കോട്ടേക്ക് വണ്ടി കയറുകയാണ്, അല്ലെങ്കിൽ എറണാകുളത്തേക്ക് വണ്ടി കയറുകയാണ്. കോഴിക്കോട്ടെ അങ്ങാടിയിലെ നല്ലിടത്തുകാരൻ ഒരു ഹാജിയാരും. ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നിങ്ങളെ, യാതൊരു സംശയവും വേണ്ട. വഖഫ് ബോർഡിന്റെ യോഗങ്ങൾ കൂടുമ്പോ ഈ വക്കീലും ഈ ഹാജിയാരും അടുത്തടുത്ത കസേരയിൽ. ഓരോ കേസ് വിളിക്കുമ്പോഴും അവർ തമ്മിൽ മന്ത്രങ്ങൾ. എന്തിനാ മന്ത്രം? നമുക്ക് തിരിയൂലേ? എന്നിട്ട് വിധിക്കുകയാണ്. ഒരു തെളിവും അന്വേഷിക്കാതെ ഏതെങ്കിലും ഒരാൾ ഇവിടെ മുദ്രാവാക്യം വിളിച്ചല്ലോ, ഒരു അഡ്രസ് ഇല്ലാത്ത ഒരാൾ വഖഫ് ബോർഡിലേക്ക് ഒരു പരാതി കൊടുത്താൽ അന്ന് വിധി പറയാണ്. അയാൾ കൊടുത്ത പരാതിക്ക് അനുകൂലമായി പരാതി കൊടുപ്പിക്കുന്നതാരാ നമുക്കറിയാലോ. ഞാൻ പറയുന്നത് കേരളത്തിലെ വഖഫ് ബോർഡ് അംഗങ്ങളിൽ ജനങ്ങൾ മുത്തവല്ലിയുടെ പോസ്റ്റിൽ നിന്ന് മാത്രമാണ് തെരഞ്ഞെടുപ്പ് നടന്നു വരുന്നത്. ബാർ കൌൺസിലിൽ നിന്നും 3 അംഗങ്ങൾ. ബാക്കിയുള്ളവർ മുഴുവൻ സർക്കാരിന്റെ നോമിനികളാണ്. സർക്കാരാണ് തെരഞ്ഞെടുക്കുന്നത്. സർക്കാർ ആരെയാ തെരഞ്ഞെടുക്കുന്നത്? സർക്കാരിന്റെ ഇംഗീതത്തിനനുസരിച്ച്, പാർട്ടിക്കാരുടെ ഇംഗീതത്തിനനുസരിച്ച്
ചേളാരി കമ്പനിയുടെ ഇംഗീതത്തിനനുസരിച്ച് വിധി പ്രസ്താവിക്കുന്ന ആളുകളെ നോക്കി തെരഞ്ഞെടുക്കുന്നു. എന്തുകൊണ്ടാ ഒരേ പാർട്ടിയിലുള്ള ആളുകൾ വരുന്നത്? വഖഫ് ബോർഡിൽ കേരളത്തിലെ വഹാബി പ്രസ്ഥാനത്തിന് 8 or 10 ഗ്രൂപ്പുകളായി പിരിഞ്ഞുപോയി. കേരളത്തിലെ വഹാബികൾ നൂറ്റാണ്ട് പിന്നിട്ടു എന്ന് അവകാശപ്പെട്ടപ്പോ ഈ കേരളത്തിലെ വഹാബികൾക്ക് ഗവൺമെന്റ് നോമിനേഷനിലൂടെ തെരഞ്ഞെടുത്തത് 2 അംഗങ്ങളെ. കേരളത്തിലെ സുന്നികൾക്ക് ഒരംഗം പോലുമില്ലാത്ത വഖഫ് ബോർഡാണ് ഈ 1 കൊല്ലം മുമ്പ് രൂപീകരിച്ചത് എന്ന് നിങ്ങൾ തിരിച്ചറിയണമെന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ സുന്നികൾ തിരിച്ചറിയണം. 1 വർഷം മുമ്പ് രൂപീകരിച്ച ഈ ഒരു വഖഫ് ബോർഡില് സുന്നികൾക്ക് ഒരു പ്രാതിനിധ്യവുമില്ല. എന്തുകൊണ്ടാ സംഭവിക്കുന്നത്? തെറ്റായ വിധികൾ നടത്താൻ ചേളാരി കമ്പനി എഴുതിക്കൊടുക്കുന്ന തിരക്കഥകൾക്കനുസരിച്ച് നാടകം കളിക്കാൻ ഇവർക്ക് കയറിപ്പറ്റാൻ, ഈ വഖഫ് ബോർഡങ്ങൾക്ക് കയറിപ്പറ്റാനുള്ള ഏണിയും കോടിയും ചാരിക്കൊടുക്കുന്നവരെയും നമ്മൾ തിരിച്ചറിയും. യാതൊരു സംശയവും വേണ്ട. കോഴിക്കോട്ടേക്ക് നമ്മൾ മാർച്ച് തീരുമാനിച്ചു. കോഴിക്കോട് മാർച്ച് കഴിഞ്ഞ ആഴ്ച വളരെ വിജയകരമായി പൂർത്തിയാക്കി. അപ്പൊ ചില ആളുകൾ വിളിച്ചു ചോദിക്കുക, ഈ വഖഫ് ബോർഡ് അംഗങ്ങളിൽപ്പെട്ട ചിലരടക്കം വിളിച്ചു ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ ഇപ്പോ മാർച്ച് നടത്തുന്നത് എന്തിനാ? എന്താ ഇപ്പോഴത്തെ പ്രശ്നം? കേരളത്തിലെ ഈ കഠിനമായ ചൂടിനോടൊപ്പം ഒരു തെരഞ്ഞെടുപ്പിന്റെ ചൂട് കൂടിയുണ്ട്. ഈ സമയത്ത് നിങ്ങൾ എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പ്, ഈ ഒരു പ്രക്ഷോഭം സംഘടിപ്പിച്ചത് എന്ന് വഖഫ് ബോർഡിലെ അംഗങ്ങൾ അടക്കം ചോദിച്ചു. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഈ സമരം തീരുമാനിച്ചത് ഒരു സുപ്രഭാതത്തിലല്ല. 1 വർഷം മുമ്പ് രൂപീകരിച്ച ഈ വഖഫ് ബോർഡിന്റെ ഉത്തരവുകൾ വഖഫ് ബോർഡിൽ നിന്ന് നീതി ലഭിക്കുമോ എന്ന് ഞങ്ങൾ പരിശോധിച്ചു. 6 മാസങ്ങൾക്ക് മുമ്പ് നീതിരഹിതമായ ഉത്തരവുകളും വിധി പ്രസ്താവങ്ങളും ഉണ്ടെന്ന് മനസ്സിലാക്കി. വഖഫ് ബോർഡ് ചെയർമാൻ പാണക്കാട് കുടുംബത്തിലെ ഒരു സയ്യിദാണ്. വഖഫ് ബോർഡിന്റെ ചെയർമാൻ പാണക്കാട് കുടുംബത്തിലെ സയ്യിദാണ്. ആ സയ്യിദ് അവരുടെ ചാരത്തുപോയി ബഹുമാനപൂർവ്വം ഞങ്ങൾ പറഞ്ഞു, തങ്ങളെ, നിങ്ങളുടെ നേതൃത്വത്തിലുള്ള, നിങ്ങൾ ചെയർമാനായിരിക്കുന്ന വഖഫ് ബോർഡിലെ ചില അംഗങ്ങൾ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ചേളാരി കമ്പനിയുടെ കുൽസിത ശ്രമത്തിന് കൂട്ടുനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് വഖഫ് ബോർഡ് നീതിയുക്തമായി മാത്രമേ വിധിക്കാവൂ. തങ്ങൾ മൈൻഡ് ചെയ്തില്ല. 6 മാസം കഴിഞ്ഞ്, പിന്നീട് 1 മാസം കഴിഞ്ഞ് ഞങ്ങൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി, വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. നീതി ലഭ്യമായില്ല. ഏറ്റവും അവസാനം കാരാട് പ്രദേശത്ത് 25ഓളം വർഷമായി ഒരു പള്ളിയുടെ മുത്തവല്ലിയായി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന സുന്നി പ്രസ്ഥാനത്തിന്റെ ഭാഗമായുള്ള ഒരാൾ, അയാൾക്കൊരു സുപ്രഭാതത്തിൽ നോട്ടീസാണ്. എന്താ നോട്ടീസ്? നിങ്ങൾ ആ വഖഫിന്റെ മുത്തവല്ലിയല്ല എന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായിരിക്കുന്നു. പകരം ഞങ്ങൾ വേറെ ഒരു മുത്തവല്ലിയെ നിയമിച്ചിരിക്കുന്നു. ആരാ അന്വേഷിച്ചത്? ഈ മുത്തവല്ലിയോട് ചോദിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ നാട്ടിലെ വന്ന് അന്വേഷണം നടത്തിയിട്ടില്ല. ഏതോ ഒരു മനുഷ്യൻ എഴുതിക്കൊടുത്ത പേര് വെച്ചുകൊണ്ട് നിങ്ങൾ മുത്തവല്ലിയല്ല എന്ന അന്വേഷണത്തിൽ ബോധ്യമായിരിക്കുന്നു എന്ന് 1-2 ആഴ്ച മുമ്പാണ്. ഈ ഉത്തരവ് പുറപ്പെടുവിക്കുന്ന സമയത്ത് കേരളത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ചൂട് വന്നിട്ടില്ലേ? സുന്നികൾക്കെതിരെ ഈ നീതിരഹിതമായ ഉത്തരവുകൾ പ്രഖ്യാപിക്കുമ്പോ ആലോചിക്കേണ്ട തെരഞ്ഞെടുപ്പ് രംഗമാണ് എന്ന് 6 മാസങ്ങൾക്ക് മുമ്പ് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ഈ അനീതിയെ ചോദ്യം ചെയ്യേണ്ട സമയം എപ്പോഴാണ് എന്ന് സുന്നികൾക്കറിയാം. അത് നിങ്ങൾ പഠിപ്പിക്കേണ്ട. അത് ഞങ്ങൾക്കറിയാം. അത് പൊരിഞ്ഞ വെയിലത്ത് സമരം നടത്താൻ ഞങ്ങൾ റെഡിയാണ്. നിങ്ങൾ കണ്ടില്ലേ ഈ 10,000 മഞ്ഞുകാലത്ത് വേണമെങ്കിൽ അപ്പോൾ ഞങ്ങൾ സമരം നടത്തും. മഴക്കാലത്തും ഞങ്ങൾക്ക് ഇത് അന്യമല്ല. പിന്നെയാണോ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗം? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നീതി ചോദിക്കാൻ കാലഗണനയില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാലഗണനക്കനുസരിച്ച് പ്രക്ഷോഭം നടത്താൻ ഞങ്ങളെ കിട്ടുകയില്ല. ഞങ്ങൾ നീതി ചോദിക്കേണ്ട സമയം, മാന്യമായ സമയം, ഉത്തരവാദിത്തപ്പെട്ടവരെ ശ്രദ്ധയിൽപ്പെടുത്തി പുറംതിരിഞ്ഞു നിൽക്കുന്നു എന്ന് ബോധ്യപ്പെടുന്ന സമയത്ത് തെരുവിലിറങ്ങും. യാതൊരു സംശയവും വേണ്ട. ഇത് 2ാം ഘട്ടമാണ്. ഇത് 2ാം ഘട്ടമാണ്. അടുത്ത ഘട്ടം തിരുത്തിയില്ലെങ്കിൽ എറണാകുളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസിന്റെ മുമ്പിലേക്ക് ഞങ്ങൾ വളയൽ സമയം നടത്തും. യാതൊരു സംശയം വേണ്ട. ആ ഓഫീസിന്റെ പ്രവർത്തനത്തിന് ഞങ്ങൾ തടയിടാനുള്ള വളയൽ സമരം വരെ പ്രഖ്യാപിക്കാൻ ഞങ്ങൾക്ക് കഴിയും. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ ഈ 2 പ്രക്ഷോഭം കൊണ്ട് മുന്നറിയിപ്പ് തരുന്നു.
അടുത്ത പ്രക്ഷോഭത്തിലേക്ക് നിങ്ങൾ വഴിതിരിച്ചുവിടരുത്. ഇത് മുഴുവൻ ചെയ്യുന്നത് കേരളത്തിലെ വഖഫ് ബോർഡിലെ ചില അംഗങ്ങളാണ്. നിങ്ങൾക്കറിയോ, നീതിരഹിതമായി ഒരാളുടെ പരാതി വന്നപ്പോ, ആ പരാതി വഖഫ് ബോർഡിൽ ചർച്ച ചെയ്തപ്പോ ആ ചർച്ചയിലുണ്ടായിരുന്ന അംഗങ്ങൾ പറഞ്ഞു, ഇതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം ആവശ്യമുണ്ട്. ഈ പരാതി ഏകപക്ഷീയമാണ്. അതുകൊണ്ട് വിശദമായ അന്വേഷണം തെളിവിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയിട്ട് മാത്രമേ അടുത്ത സിറ്റിംഗിലെ നമുക്ക് ഉത്തരവിടാവൂ എന്ന് വിവരമുള്ള ഒരു പെണ്ണ് വഖഫ് ബോർഡിലെ ഒരു വനിതാ അംഗം പറഞ്ഞപ്പോ നല്ലെടുത്തുകാരൻ ആജിയാര് പറഞ്ഞതെന്താ മറുപടി എന്താ നിങ്ങൾക്കറിയോ? ഞങ്ങളിവിടെ മഹാഭൂരിപക്ഷമാണ്, ഞങ്ങളിത് തീരുമാനിച്ചു കഴിഞ്ഞു, നിങ്ങൾ വേണമെങ്കിൽ ഡിസെൻഡിംഗ് നോട്ട് എഴുതിക്കോളൂ, നിങ്ങൾ വിയോജനക്കുറിപ്പ് എഴുതിക്കോളൂ എന്ന് ഒരു പെണ്ണിനോട്, നീതി നൽകണമെന്ന് വാദിച്ച ഒരു സ്ത്രീയോട് മുഖത്ത് നോക്കിയിട്ട് ഈ വഖഫ് ബോർഡിലെ ഒരു മെമ്പർ ആക്രോശിച്ചുകൊണ്ട് സംസാരിച്ചെങ്കിൽ, പ്രിയപ്പെട്ട ഹാജിയാരെ, നിങ്ങളെയും നിലക്ക് നിർത്താൻ സുന്നികൾക്ക് കഴിയുമെന്ന് മാത്രമാണ് ഞങ്ങൾ പറയുന്നത്. ഇപ്പോ മുസ്ലിം ജമാഅത്തിന്റെയും SYSന്റെയും SSFന്റെയും കുട്ടികള് നീതി ചോദിച്ചുകൊണ്ട് തെരുവിലിറങ്ങിയപ്പോ വേറെ ഒരു വിഭാഗം മറ്റൊരു പ്രക്ഷോഭത്തിലാണ്. എന്താണ് കൂട്ടരെ, എന്താ പറയാ? അവർക്കും ഇതാണത്ര ഡിമാൻഡ്. നമ്മുടെ നാട്ടിലൊക്കെ കൊച്ചു കുട്ടികള്, ആ കുട്ടികൾ തമ്മിൽ കലഹിച്ചാൽ ഒരു കുട്ടി മറ്റേ കുട്ടിയോട് പറയും, ഞാൻ നിന്നോട് മിണ്ടൂല. മറ്റേ കുട്ടി തിരിച്ചു പറയും, ഞാനും മിണ്ടൂല, ഞാൻ മിണ്ടൂല, ഞാൻ മിണ്ടൂല, ഞാനും മിണ്ടൂല, ഞാനും മിണ്ടൂല. ഈ കുട്ടികൾ തമ്മിൽ തർക്കിക്കുന്ന പോലെ അല്ലേ? ഈ വിഭാഗം നമ്മൾ നീതി ചോദിച്ചപ്പോ പറയാൻ, വഖഫ് ബോർഡിൽ നിന്ന് അന്യായമായി വിധി പ്രസ്താവം ഉണ്ടാകുന്നു എന്ന് തെളിവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞപ്പോ മറ്റൊരു കലക്ടറേറ്റിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ച് പറയാണ്, ഞങ്ങൾ നിങ്ങളോട് മിണ്ടൂല. ഇത്രയും വൃത്തികെട്ട രീതി. ഒരു കാര്യം പറഞ്ഞേക്കാം, വഖഫ് ബോർഡിൽ നിന്ന് ചേളാരി കമ്പനിക്കും നീതി കിട്ടുന്നില്ലെങ്കിൽ ഈ വഖഫ് ബോർഡിലെ അംഗങ്ങള്, വഖഫ് ബോർഡിലെ ചേരിതിരിഞ്ഞുള്ള അംഗങ്ങൾ രാജിവെച്ചു പോവാ നല്ലത്. കേരളത്തിലെ ജനങ്ങൾക്ക് നീതി നൽകാൻ കഴിയില്ലെങ്കിൽ ഈ ആചാരും ഈ കേസില്ലാത്ത വക്കീലും എന്തിനാണ് അവിടെ അടിച്ചുകൂടി നിൽക്കുന്നത്? നിങ്ങൾക്കറിയോ, ജുഡീഷ്യൽ സംവിധാനം എന്ന് പറയുന്നത് കേരളത്തിൽ, ഇന്ത്യ രാജ്യത്ത് എന്താണ്? ഒരു ജഡ്ജിക്ക് കേസുമായി ബന്ധപ്പെട്ട കക്ഷികളെ സ്വന്തം വീട്ടിൽ വെച്ച് പോലുമോ ഓഫീസിൽ വെച്ച് പോലുമോ കാണാൻ പാടില്ല. ഒരു ജഡ്ജ് ഒരു സ്ഥലത്തെ സീറ്റിൽ 3 വർഷത്തിലധികം നിൽക്കാറില്ല. എന്താ നിൽക്കാത്തത്? അതിന് കാരണമുണ്ട്, അത് ഇവിടെ പറയാൻ വയ്യ. ജഡ്ജിമാരെ സ്ഥലം മാറ്റും. 3 വർഷത്തിലധികം ഒരു ജഡ്ജ് ഒരു സീറ്റിൽ ഇരിക്കൂല. എന്നാൽ കേരളത്തില് ക്വാസി ജുഡീഷ്യറി ആയിരിക്കുന്ന വഖഫ് ബോർഡിൽ 10ഉം 15ഉം വർഷമായിരിക്കുന്ന വക്കീലന്മാരും ഹാജിമാരുമുണ്ട്. നീതിന്യായ വ്യവസ്ഥയുടെ സൂക്ഷ്മതയ്ക്ക് മുകളിൽ ഇതൊരു വലിയ വെല്ലുവിളിയാണ്. അത്തരം അംഗങ്ങളിൽ നിന്ന് നീതി ലഭിക്കുന്നില്ലെന്ന് കേരളത്തിലെ ജനങ്ങൾ വിളിച്ചു പറയുന്നെങ്കിൽ ഈ അംഗങ്ങൾ രാജിവെച്ച് പുറത്തു പോവുക എന്ന മാന്യമായ ഒരു രീതി സ്വീകരിക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ വഖഫ് ബോർഡിലെ മുഴുവൻ അംഗങ്ങളും രാജിവെക്കണമെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. വഖഫ് ബോർഡിൽ തിരികെ കയറ്റുന്നത് രാഷ്ട്രീയക്കാരെയാണ്. രാഷ്ട്രീയക്കാരെ അള്ളിപ്പിടിച്ച് വഖഫ് ബോർഡിലേക്ക് കയറ്റി നീതിരഹിതമായ ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ കോടി ചാരിക്കൊടുക്കുന്നവർ തിരിച്ചറിയുക, ജനം ഇതൊക്കെ കാണുന്നുണ്ട് പകൽ വെളിച്ചത്തിൽ. അർദ്ധരാത്രിയിലല്ല, പകൽ വെളിച്ചത്തിൽ കാണുന്നുണ്ട്. ഇതിനോട് പ്രതികാരം ചെയ്യാൻ, നീതിപരമായി പ്രതികാരം ചെയ്യാൻ, നിയമപരമായി പ്രതിഷേധിക്കാൻ സുന്നികൾ പഠിച്ചിട്ടുണ്ട് എന്ന് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് കേരളത്തിലെ വഖഫ് ബോർഡ് അംഗങ്ങൾ ശ്രദ്ധിക്കുക, ആ വഖഫ് ബോർഡ് അംഗങ്ങളെ നിയമിക്കുന്നവർ ശ്രദ്ധിക്കുക. സുന്നികളെ തഴഞ്ഞുകൊണ്ട് രാഷ്ട്രീയക്കാരെ തിരികെ കയറ്റി, വഹാബികളെ തിരികെ കയറ്റി വഖഫ് ബോർഡ് രൂപീകരിച്ചവർ ശ്രദ്ധിക്കുക, ജനം തിരിച്ചറിയും. വഖഫ് ബോർഡിന് മാത്രം, കേരളത്തിലെ വഖഫ് ബോർഡിന് മാത്രം ഈ ഒരു രീതി എങ്ങനെ വരുന്നു? ഇന്ത്യ രാജ്യത്തെ മറ്റു സ്റ്റേറ്റുകളിലെ വഖഫ് ബോർഡിനെതിരെ ഒന്നും ഈ രൂപത്തിലുള്ള ആവലാതിയും വേവലാതിയും ആക്ഷേപങ്ങളും ഉയരുന്നില്ലല്ലോ. കേരളത്തിൽ മാത്രം സംഭവിക്കുന്നത് എന്തുകൊണ്ടാ? കേരളത്തിലെ വഖഫ് ബോർഡിനെ എങ്ങനെ തിരിക്കണമെന്ന് കറക്ക് കമ്പനി തീരുമാനിക്കുന്നുണ്ട്. കറക്ക് കമ്പനികളാ തീരുമാനിക്കുന്നത്.
വഖഫ് ബോർഡ് അംഗങ്ങൾ എങ്ങനെ നീങ്ങണമെന്ന് വെളിയിലുള്ള ഉപജാപക സംഘങ്ങളാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾക്കറിയോ, കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വഖഫ് ബോർഡിന്റെ മുമ്പിലുള്ള കേസുകളിൽ കോഴിക്കോട്ടങ്ങാടിയിലെ ഒരു വക്കീലിന്റെ കേസ് മാത്രം ജയിക്കുന്നു. അയാൾക്ക് മാത്രമേ നീതിയുള്ളൂ, അയാളുടെ അടുത്ത് മാത്രമേ തെളിവുള്ളൂ. കോഴിക്കോട്ടങ്ങാടിയിലെ ഒരു വക്കീലിന്റെ കേസ് മാത്രം വഖഫ് ബോർഡിൽ വന്നാൽ അത് ജയിക്കും. അയാൾ തോൽക്കുന്ന പ്രശ്നമല്ല. അയാൾ രാജ്യത്ത് അരിച്ചുപെറുക്കി സത്യമുള്ള കേസ് മാത്രം തെരഞ്ഞെടുക്കുന്ന വക്കീല അല്ല. ആ വക്കീലിന്റെ അടുത്ത് കേസുമായിട്ട് ഞാൻ പോയിട്ടുണ്ട്, എനിക്കറിയാം. വക്കീലിന്റെ പേര് ഞാൻ പറയുന്നില്ല. ആ വക്കീലിന്റെ കേസ് മാത്രം വിജയിക്കുന്നിടത്തേക്ക് വഖഫ് ബോർഡിലെ ചില അംഗങ്ങൾ കുൽസിത ശ്രമം നടത്തുമ്പോൾ കക്ഷികളിൽ നിന്ന് ഈടാക്കുന്ന ഫീസ് ബാക്കി ഞാൻ പറയുന്നില്ല. വഖഫ് ബോർഡിലെ തലശ്ശേരിയിലെ ബോർഡംഗം അയാളുടെ അടുത്തേക്ക് കേസുമായി കക്ഷികൾ വരുന്നു. എങ്ങനെ? ഒരു ജുഡീഷ്യൽ സംവിധാനത്തിലെ ജഡ്ജിന്റെ അടുത്തേക്ക് കേസുമായിട്ട് ടീം വരാൻ പാടുണ്ടോ? അങ്ങനെയുണ്ട്. ആളുകൾ വരുന്നു, എന്നിട്ട് നിങ്ങൾ കോഴിക്കോട്ടങ്ങാടിയിലെ ഇന്ന വക്കീലിന് കേസ് കൊടുത്തോളൂ എന്ന് അയാൾ നിയമ ഉപദേശം നടത്തുന്നു. ഇതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഉള്ളിലെ കളികൾ ഞങ്ങൾക്കറിയാം. ആ കളികളുമായി ബന്ധപ്പെട്ട് ഞങ്ങള് വ്യക്തമായി കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്ക്, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉപാധ്യക്ഷൻ കാസർകോട്ടെ ഷിറിയ ഉസ്താദ്, അദ്ദേഹത്തിന് ഹലോ പ്രവർത്തകർ ആ വാഹനം പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. പ്രവർത്തകർ വാഹനം പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. റോഡ് ഒരു കാരണവശാലും ബുദ്ധിമുട്ടാവരുത്. വാഹനങ്ങൾ പോകാനുള്ള സൗകര്യം പ്രവർത്തകർ ചെയ്തു കൊടുക്കണം. അവിടെ വണ്ടിമാർ ചെയ്യുന്നുണ്ട്, ബാക്കി ആരും അങ്ങോട്ട് പോകേണ്ടതില്ല. അതുകൊണ്ട് ഷിറിയ ഉസ്താദിനെ ഖാദിയാക്കാൻ വേണ്ടി ഒരു സുന്നി മഹല്ല് തീരുമാനിക്കുകയാണ്. സുന്നി മഹല്ലിലെ ബഹുഭൂരിപക്ഷം ആളുകൾ തീരുമാനിച്ചിട്ട് ആ തീരുമാനം നടപ്പിലാക്കിയതിന്റെ പിറ്റേന്ന് ഇദ്ദേഹത്തെ ഖാദിയാക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേ. ഒരു സമൂഹം ഒരാളെ ഖാദിയാക്കിയാൽ പിന്നെ ആ ഖാദിയുടെ വിധി എന്താ, മഹല്ലിന്റെ വിധി എന്താ, അതറിയാത്ത ആളുകളാണോ വഖഫ് ബോർഡിൽ ഇരിക്കുന്നത്? പണ്ഡിതന്മാരുടെ മണ്ഡലത്തിൽ നിന്ന് 2 ആളുണ്ട് വഖഫ് ബോർഡില്. ഇവര് പണ്ഡിതന്മാരല്ലേ? ആലോചിക്കുക. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. കേരളത്തിലെ വഖഫ് ബോർഡിലെ ചില അംഗങ്ങൾ നടത്തുന്ന ഇത്തരം നീക്കങ്ങൾക്കെതിരെ പ്രതിഷേധിക്കാൻ ഞങ്ങള് മുന്നിട്ടിറങ്ങുകയാണ്. യാതൊരു വിഷയവും ഞങ്ങളുടെ മുമ്പിൽ മറച്ചുവെക്കാനില്ല. അതുകൊണ്ട് ശക്തമായ സമരപരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധവാചകം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വാഹിദ് ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. നമ്മോട് അഭിസംബോധന ചെയ്തുകൊണ്ട് കേരള മുസ്ലിം ജമാഅത്തിന്റെ മലപ്പുറം ജില്ലാ ഉപാധ്യക്ഷൻ ബഹുമാനപ്പെട്ട കൂറ്റമ്പാറ ഉസ്താദുകൾ സംസാരിക്കുന്നു. ആദരവോടെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട വോട്ടർമാരെ, സഹോദരങ്ങളെ, അല്ലാഹു തആല സത്യത്തിന് വിജയം നൽകുമാറാവട്ടെ. ഈ പരിപാടിയുമായി സഹകരിച്ച് ഇവിടെ സ്ഥിരമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യാറുള്ള വാഹന ഉടമകൾ, ഡ്രൈവേഴ്സ് സുഹൃത്തുക്കൾ, ഇതിന്റെ പരിസരത്തുള്ള കച്ചവടക്കാർ, ഇതിന്റെ പരിസരത്തുള്ള ഓഫീസേഴ്സ്, അതേപോലെ തന്നെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട യാത്രക്കാർ, എല്ലാ സുഹൃത്തുക്കളോടും ഈ മാർച്ചിനോട് സഹകരിച്ച് നിങ്ങളെല്ലാം വണ്ടികൾ ഒതുക്കിയും അതുപോലെ തന്നെ കച്ചവടക്കാരൊക്കെ സൗകര്യം ചെയ്തു തന്നും ആ പെട്രോൾ പമ്പിലും മറ്റുമൊക്കെ ഞങ്ങളെ പ്രവർത്തകർക്ക് നിൽക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തു. തൊട്ടടുത്തുള്ള കച്ചവടക്കാരെല്ലാം സഹകരിച്ചു. എല്ലാവർക്കും ഈ പ്രസ്ഥാനത്തിന്റെ ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ അറിയിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ഉണർത്തുകയാണ്. സ്റ്റേറ്റ് സെക്രട്ടറി മജീദ് മാഷ കക്കാട് ആവശ്യമായ വിഷയങ്ങൾ ഉണർത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേരളത്തിലെ വഖഫ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു ആമുഖം മാത്രം നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ഒരു മുസ്ലിം വ്യക്തി അദ്ദേഹത്തിന്റെ പാരത്രികമായ മോക്ഷം ലക്ഷ്യം വെച്ചുകൊണ്ട് സ്ഥിരമായോ സ്ഥാവര ജംഗമ സ്വത്തുക്കളായി
വഖഫ് നൽകുന്ന സ്വത്തിനാണ് വഖഫ് സ്വത്ത് എന്ന് പറയുന്നത്. പ്രവർത്തകർ പരിസരത്തുള്ള എല്ലാവരോടും പരമാവധി സഹകരിച്ചു കൊടുക്കണം. അതൊക്കെ കച്ചവടക്കാരും മറ്റുമായ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യരുത്. ഈ വഖഫ് സ്റ്റേജിന്റെ വലഭാഗത്ത് കടകൾക്ക് മുന്നിലുള്ള ആളുകൾ അവിടെ വളരെയധികം ശ്രദ്ധിക്കണം. കച്ചവടക്കാർക്കും വരുന്ന ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഇന്ത്യയിലെ ആദ്യത്തെ വഖഫ് ഏതാണെന്ന് ചോദിച്ചാൽ കൊടുങ്ങല്ലൂരിലെ ചേരമാൻ മസ്ജിദാണ്. അതാണ് ആദ്യത്തെ വഖഫ്. ഇപ്പോൾ കലക്ട്രേറ്റിൽ മാർച്ച് നടത്തുന്ന ആളുകൾ അതിനും അവകാശവാദം ഉന്നയിക്കുന്നുവെന്ന വിഡ്ഢിത്തം മനസ്സിലാക്കാൻ നമ്മൾ കേരളത്തിലെ ആദ്യത്തെ വഖഫാണ്, ഇന്ത്യയിലെ ആദ്യത്തെ വഖഫാണ് ചേരമാൻ ജുമാ മസ്ജിദ്. ആ ചേരമാൻ മസ്ജിദ് പോലും ഞങ്ങളുടേതാണ് എന്ന് അവകാശപ്പെടുന്ന തരത്തിലുള്ള ഒരു വിഭാഗം ആളുകളാണ് ഇവിടെ പ്രക്ഷോഭങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്. നമ്മൾ ഓർക്കണം, കേരളത്തിൽ സുന്നി വിഭാഗം രണ്ടായി പിളർന്നപ്പോൾ പലപ്പോഴും ചില പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം കെട്ടടങ്ങി അവർക്ക് അവരുടേത്, നമുക്ക് നമ്മുടേത്. അതേപോലെ തന്നെ ഇടക്കാലത്ത് പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളിലെല്ലാം ഇടപെട്ട് കോടതിയും അതേപോലെ തന്നെ പോലീസും നാട്ടുമധ്യസ്ഥവുമൊക്കെ പ്രകാരം രണ്ട് വിഭാഗം സുന്നികളും ഒരുമിച്ച് നടത്തുന്ന കേന്ദ്രങ്ങൾ, ഭൂരിപക്ഷമുള്ളവർ അവര് നടത്തുന്നത്, നമ്മൾ നടത്തുന്നത്, ഇങ്ങനെയെല്ലാം നടന്നു പോരുമ്പോൾ ഇപ്പോൾ എങ്ങനെ 2 വർഷമായി വീണ്ടും ഇത്രയും രൂക്ഷമായ അവസ്ഥ ഉണ്ടായത് എന്ന് ചോദിച്ചാൽ, കാസർഗോഡ് വെച്ചുകൊണ്ട് SK ചേളാരി വിഭാഗത്തിന്റെ സമ്മേളനം നടന്നപ്പോൾ ആ സമ്മേളനത്തിൽ പാസാക്കിയിരിക്കുന്ന പ്രമേയവും അവരെ അണികൾക്ക് പഠിപ്പിച്ചിട്ടുള്ളതും എന്താണെന്നറിയാമോ? നമുക്കൊക്കെ അറിയാം. അവരെ സമ്മേളനത്തിന്റെ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ആ പ്രഖ്യാപനത്തിൽ അവർ പറഞ്ഞു, എന്തായിരുന്നു അവരുടെ ഉദ്ദേശം? തീർച്ചയായും ഓരോ പള്ളികളിലേക്കും അവരുടെ സ്റ്റഡി ലഭിച്ചിരിക്കുന്ന ഖതീബുമാരെയും സദറുമാരെയും നിശ്ചയിച്ചുകൊണ്ട് 2 വിഭാഗം ഒരുമിച്ച് നടത്തുന്നതാണോ അവിടെ നിന്ന് AP വിഭാഗത്തെ പുറത്താക്കുക എന്ന തീരുമാനം പരസ്യമായ സമ്മേളനത്തിൽ ഇവർ പ്രഖ്യാപിച്ചു. 1. 2, AP വിഭാഗം സുന്നികൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശമാണെങ്കിൽ ആ പ്രദേശത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അവരുടെ ഭൂരിപക്ഷം തകർക്കുന്നതിന് ആവശ്യമായത് ചെയ്യുക. 3, AP വിഭാഗക്കാരാൽ സ്ഥാപിതമായ പള്ളികളും മദ്രസകളുമാണെങ്കിൽ അതിന്റെ സുഗമമായ നടത്തിപ്പിന് തടസ്സമുണ്ടാക്കി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക. ഇതാണ് ചേളാരിക്കാരുടെ സമ്മേളനം കാസർഗോഡ് വെച്ചുകൊണ്ട് പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനം വന്നതിന് ശേഷമാണ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ പള്ളികളിലും മദ്രസകളിലും ഈ പ്രശ്നങ്ങൾ നടമാടിക്കൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഭരണകൂടം മനസ്സിലാക്കണം, നിയമപാലകർ മനസ്സിലാക്കണം. ഇത് അതിന്റെ യഥാവിധിക്ക് ഉത്തരവാദപ്പെട്ടവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇവരുടെ കാൽക്കൽ ചെല്ലുമ്പോൾ മാന്യതയില്ലാത്ത പെരുമാറ്റം കൊണ്ടാണ് ഈ പ്രവർത്തകർ തെരുവിലിറങ്ങേണ്ടി വന്നിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഒരു സൂചന മാത്രമാണ്. ഞങ്ങൾ തീർച്ചയായും കേരളത്തിൽ സമാധാനത്തോടുകൂടെ ഈ കാര്യം നടത്തിക്കൊണ്ടു പോകുമ്പോൾ ഞങ്ങൾക്കെതിരെ പലപ്പോഴും അപശബ്ദങ്ങളും കൊലപാതകങ്ങളും ഞങ്ങളെ പ്രവർത്തകർ രക്തസാക്ഷികളായതും ഷഹീദായതുമെല്ലാം കേരളത്തിന്റെ ചരിത്രത്തിലുണ്ട്. അന്നൊന്നും വാടിയിട്ടില്ലാത്ത, തളർത്തിട്ടില്ലാത്ത ഈ പ്രസ്ഥാനത്തെ തളർത്താമെന്ന വ്യാമോഹം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും വേണ്ട. അത് ചേളാരിക്കാരി വിചാരിക്കേ വേണ്ട. അഹ്ലുസുന്ന വൽ ജമാഅ അതിവിടെ പിളർപ്പ് നേരിട്ടപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് പിടിച്ചു നിൽക്കാൻ പ്രചോദനമായത് നമ്മുടെ നേതാക്കളുടെ ആഹ്വാനങ്ങളും അള്ളാഹുവിനുള്ള അചഞ്ചലമായ വിശ്വാസവുമാണ്. ചില വസ്തുതകൾ പറയട്ടെ. നിലവിലുള്ള വഖഫ് ബോർഡ് 1954 ഇന്ത്യൻ വഖഫ് നിയമം ആദ്യമായി നിലവിൽ വരുന്നത്. അത് 1960 കേരളത്തിൽ നടപ്പാക്കുന്നത്. വഖഫ് നിയമം ഭേദഗതിയോടുകൂടെ വീണ്ടും നിലവിൽ വരുന്നത് 1995 1997 കേരളത്തിൽ വഖഫ് ബോർഡ് പ്രാബല്യത്തിൽ വരുന്നത്. പ്രാബല്യത്തിൽ വരുന്ന വഖഫ് ബോർഡ് അത് 5 വർഷത്തേക്കാണ് തെരഞ്ഞെടുക്കപ്പെടുക. ഇപ്പോൾ നിലവിലുള്ള ബോർഡ് അംഗങ്ങളെ ഒന്ന് പരിചയപ്പെടുന്നത് നന്നായിരിക്കും. മുസ്ലിം പാർലമെന്റ് അംഗത്തിൽ നിന്ന് ഒരു പ്രതിനിധി, മുസ്ലിം പാർലമെന്റ് അംഗങ്ങളിൽ നിന്ന് ഒരു പ്രതിനിധി. ആ പ്രതിനിധി നിലവിലുള്ള വഖഫ് ബോർഡിൽ വയനാട് MP കൂടിയായ MP ഷാനവാസാണ്. അദ്ദേഹം വഖഫ് ബോർഡിന്റെ ഓഫീസ് തന്നെ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല.
അത്രയും ഒരു വഖഫ് ബോർഡിന്റെ ഒരു മീറ്റിംഗിന് പോലും പോകാതെ ഷാനവാസ് സാർ, നിങ്ങളെ നിയോജക മണ്ഡലത്തിന്റെ പരിധിയിൽ എത്ര മദ്രസകളിൽ പ്രശ്നമുണ്ട്, എത്ര പള്ളികളിൽ പ്രശ്നമുണ്ട്? സാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ കാണുന്ന വോട്ടർമാരോട് അതിനെ സംബന്ധിച്ചൊന്ന് അന്വേഷിച്ച് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീർപ്പ് കൽപ്പിക്കുന്നതിന് ഒരു മീറ്റിംഗിനെങ്കിലും പോയി സഹകരിക്കാൻ കഴിയില്ലെങ്കിൽ ഈ സ്ഥാനത്ത് തുടരുന്നത് മാന്യതയാണോ എന്ന് അദ്ദേഹത്തോട് ഞങ്ങൾ ചോദിച്ചാൽ അത് ഞങ്ങളുടെ വികാരമാണ്, അത് ഞങ്ങളുടെ നീതിയുടെ ഭാഗമാണ്, അത് ഞങ്ങൾ ചോദിക്കേണ്ടതാണ്. പ്രിയപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകരോട് കോൺഗ്രസിനെ ആക്ഷേപിച്ചു എന്നാലും ഞങ്ങളെപ്പറ്റി പറയേണ്ടതില്ല. ഞങ്ങൾക്ക് കോൺഗ്രസിനെ പ്രത്യേകം എടുത്തു പറഞ്ഞ് ആക്ഷേപിക്കേണ്ട കാര്യവും ഇല്ല. മറിച്ച് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് കോൺഗ്രസിന്റെ പ്രതിനിധിയായ ഷാനവാസ് സാർ ഒരിക്കൽ പോലും ഒരു മീറ്റിംഗിന് പോവുകയോ ഇത്രയും ഈ പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുമ്പോൾ ഉത്തരവാദപ്പെട്ട ആളുകളെ വരുത്തി അടുത്ത മീറ്റിംഗിന് ഞാൻ പോകുന്നുണ്ട്, അതിന് മാന്യമായ ഒരു തീരുമാനമെടുത്തു തരാം എന്നൊരു മര്യാദ പറയുകയോ ചെയ്യാത്ത വീഴ്ച അദ്ദേഹത്തെ ഉണർത്താതിരിക്കാൻ പറ്റുകയില്ല. രണ്ടാമത്തെ അംഗം സംസ്ഥാന നിയമസഭയിൽ നിന്നുള്ള 2 അംഗങ്ങളാണ് പിന്നീടുള്ള 2 അംഗങ്ങൾ. ഒന്ന് ടി അഹമ്മദ് കബീർ മങ്കട MLA, മറ്റൊന്ന് ശംസുദ്ദീൻ മണ്ണാർക്കാട് MLA. ശംസുദ്ദീനെ കുറിച്ച് നിങ്ങൾക്കറിയില്ലേ? അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ 2 പൗരന്മാരെ, 2 സുന്നി കുട്ടികളെ ഒരു വീട്ടിൽ നിന്ന് 2 ചെറുപ്പക്കാരെ നിഷ്ഠൂരമായി വെട്ടി നുറുക്കി അവരുടെ ശരീരത്തിലെ മാംസം ഇങ്ങനെ ഉലഹിയത്തിന് വെട്ടിയതുപോലെ കുന്നുകൂട്ടിയിട്ടിട്ട് ആ ചെറുപ്പക്കാരുടെ മാതാവും പ്രായമുള്ള മാതാവും വിധവയായ ഭാര്യമാരും യതീമായ മക്കളും അവർക്ക് സഹിക്കാൻ കഴിയാതെ ആർത്തിരമ്പിയപ്പോൾ മണ്ണാർക്കാട് പട്ടണം മുഴുവനും വിതുമ്പുകയായിരുന്നു. എന്നിട്ട് പോലും ആ വീട്ടിലൊന്ന് പോയി ആ കുടുംബത്തെ സമാധാനിപ്പിക്കാൻ പോലും കഴിയാത്ത ഒരു മൂലിയാണ് ശംസുദ്ദീൻ MLA. ഇന്നിപ്പോൾ അദ്ദേഹം ഞങ്ങളെ പ്രവർത്തകരുടെ മുമ്പിലേക്ക് വോട്ട് ചോദിച്ചു വന്നാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുസ്ലിം ലീഗിന്റെ ഉത്തരവാദപ്പെട്ട നേതാക്കളോട് ശംസുദ്ദീനെ കുറിച്ച് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ ശംസുദ്ദീനെ തന്നെ ധിക്കാരപരമായി അവിടെ മത്സരിപ്പിക്കാൻ നിൽക്കുമ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരുടെ വികാരം ഒരു വോട്ടേ ഉള്ളുവെങ്കിൽ അത് രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ അഭിമാനമാണത് എന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ആ ശംസുദ്ദീനാണ് രണ്ടാമത്തൊരു വോട്ട്. രണ്ടാമത്തൊരു നിയമസഭയിൽ നിന്നുള്ള 2 പ്രതിനിധികൾ ഒരാൾ. നിങ്ങൾ ഓർത്തു നോക്കൂ സഹോദരങ്ങളെ, ശംസുദ്ദീൻ മെമ്പറായ ഒരു കമ്മിറ്റിയിൽ നിന്ന് സുന്നികൾക്ക് നീതി ലഭിക്കുമോ? മരണപ്പെട്ട ആ ഷഹീദായ ആ വീട്ടിൽ പോയി ആ വല്യമ്മാനെ സമാധാനിപ്പിക്കാൻ പോലും ദയ തോന്നിക്കാത്ത ഒരു മനുഷ്യൻ വഖഫ് ബോർഡിൽ മെമ്പറായിരിക്കാൻ അർഹതയുണ്ടോ? ഇദ്ദേഹത്തെ തന്നെ വെച്ചുകൊണ്ട് പോകാനാണോ പ്രിയപ്പെട്ട മുസ്ലിം ലീഗ് സുഹൃത്തുക്കളെ നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ തീർച്ചയായും അത് വികാരമാകും. ആ വികാരത്തിന്റെ പ്രതിഫലനം ഇവിടെ കാണുക തന്നെ ചെയ്യും. ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, എന്തേ ചേളാരിക്കാർക്ക് ശംസുദ്ദീനെ കൊണ്ടെന്നൂടെ ഇന്നത്തെ അവിടെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ? ചേളാരിക്കാരുടെ ഒരു മാർച്ച് നടക്കുകയാണത്രേ കലക്ടറേറ്റിലേക്ക്. പ്രാണക്കാട്ട് നിന്നുള്ള ഓരോ കുട്ടികളും നിങ്ങളെ ഉദ്ഘാടനത്തിന് വരാറുണ്ടല്ലോ. ഇന്ന് ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് കാണേണ്ടതുണ്ട്. എന്തേ ഉദ്ഘാടനത്തിന് പാണക്കാട്ട് കുട്ടികളില്ലേ? എല്ലാറ്റിന്റെയും ഉദ്ഘാടനത്തിന് പാണക്കാട് തങ്ങളെയാണല്ലോ വിളിക്കാറുള്ളത്. ഞങ്ങൾക്കതിൽ സന്തോഷമാണ്. പാണക്കാട് കുടുംബം തറവാടിത്തമുള്ള അഹ്ലു ബൈത്താണ്. ഞങ്ങളവരെ കൈപിടിച്ച് മുത്തും. അത് അഹ്ലു ബൈത്തിനുള്ള ബഹുമാനമാണ്. പക്ഷേ തങ്ങളവർകൾ ഇരിക്കുന്ന കസേരയെ മാനിക്കാത്തതിന്റെ വികാരം അതെപ്പോഴും ഉണ്ടാവുക തന്നെ ചെയ്യും. ഞങ്ങൾ പാണക്കാട്ടെ കുറ്റപ്പെടുത്തി എന്ന ഒറ്റ വാക്ക് മാത്രം പറയല്ല, വസ്തുതാപരമായി പഠിച്ചിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്ന് സംസ്ഥാന കൌൺസിലിൽ നിന്നുള്ള അംഗമാണ്. സംസ്ഥാന ബാർ കൌൺസിലിൽ നിന്നുള്ള അംഗങ്ങൾ അതാരാണ്? ഒന്ന് അഡ്വക്കേറ്റ് ഷറഫുദ്ദീൻ, അഡ്വക്കേറ്റ് ശംസുദ്ദീനാണ് ബാർ കൌൺസിലിൽ നിന്നുള്ള ഒരു അംഗം. ഷറഫുദ്ദീനാണ് ഒരു അംഗം. മറ്റൊന്ന് ബാർ കൌൺസിലിൽ നിന്നുള്ള അംഗം ഷറഫുദ്ദീൻ സാഹിബാണ്. 1 ലക്ഷത്തിൽ കൂടുതൽ വാർഷിക വരുമാനമുള്ള വഖഫുകൾക്കാണ് മുത്തവല്ലിമാരിൽ നിന്നും വോട്ടവകാശം ഉണ്ടാകുക. അത് പ്രകാരം വന്നിരിക്കുന്ന 2 മെമ്പർമാർ. ഒന്ന് നേരത്തെ പറഞ്ഞ MC മായിൻ ഹാജി നല്ലണം. പ്രിയപ്പെട്ട ഹാജിയാരെ, നാളെ ആഖിറത്തേക്ക് ഈ കട്ടുകൊണ്ടുപോയ പള്ളി മുഴുവനും ഏറ്റിയിട്ട് വരേണ്ട ഗതികേടിന് ഇനിയും നിൽക്കണോ ആചാരെ? നാളെ ആഖിറത്തിൽ കട്ട സാധനമൊക്കെ കൊണ്ടുവരേണ്ടി വരൂലേ ആചാരെ? ഈ പാവപ്പെട്ടവരെ പള്ളി, നാട്ടുകാരാൽ സ്ഥാപിതമായ പള്ളി, നാട്ടുകാർ വിയർപ്പൊക്കെ ഉണ്ടാക്കിയ പള്ളി, ആലിമ്യങ്ങൾ ഒരു കോഴിമുട്ട ലേലം ചെയ്തിട്ട്, ഒരു മൈസൂർ പഴം ലേലം ചെയ്തിട്ട് പാതിരാവ് വരെ ഉറങ്ങാതെ കഷ്ടപ്പെട്ടുണ്ടാക്കിയിരിക്കുന്ന പള്ളി, ചേളാരിയിലെ മൂന്ന് മുക്കൂലികൾ വന്നിട്ട് നിങ്ങളെ സ്വാധീനിക്കുമ്പോൾ ഈ സുന്നത്ത് ജമാഅത്തിന്റെ പള്ളി മറ്റുള്ളവർക്ക് തീരെഴുതി കൊടുക്കുന്ന ഈ വിഭാഗത്തെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവർക്ക് കൂട്ടുനിന്നിട്ട്
ഹാജരെ മഹശറിക്ക് പള്ളിയൊക്കെ പാടെ ഏറ്റി വരാൻ നിൽക്കണോ, മദ്രസ മുഴുവനും ഏറ്റി വരാൻ നിൽക്കണോ, ഇതിനൊക്കെ കൂട്ടുനിൽക്കണോ എന്ന് MC മായിനാജിയോട് ഞങ്ങൾ ചോദിച്ചാൽ അത് ഞങ്ങളുടെ വികാരം മാത്രമല്ല, നീതിക്ക് വേണ്ടിയുള്ള ഒരു ബുദ്ധി അദ്ദേഹത്തിന് വരികയാണെങ്കിൽ അവസരം ഒരുക്കി കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാർ, മറ്റൊന്ന് അഡ്വക്കേറ്റ് സൈനുദ്ദീൻ തലശ്ശേരി. സൈനുദ്ദീൻ തലശ്ശേരി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ലീഗും മുജാഹിദും കയറ്റവും വളവും കൂടിയാണെങ്കിൽ ഡ്രൈവർ ഒരു ഗതിയോട് നോക്കുകയാണെങ്കിൽ അഡ്വക്കേറ്റ് സൈനുദ്ദീൻ എന്ന് പറഞ്ഞാൽ എന്താ അയാൾ സ്ഥിതി? അയാൾ കടുത്ത വഹാബി, അതോടുകൂടെ ലീഗും കയറ്റവും വളവും കൂടിയായ പിന്നെ അതിന്റെ സ്ഥിതി ഞങ്ങൾക്ക് പറഞ്ഞു തരണോ? അതാണ് സൈനുദ്ദീൻ. ഈ സൈനുദ്ദീനെ വെച്ചുകൊണ്ട് ഈ വഖഫ് ബോർഡ് മുന്നോട്ട് പോകുമ്പോൾ എവിടെയാണ് നീതി ലഭിക്കുക? ഞങ്ങളെ പ്രവർത്തകരോട് സൈനുദ്ദീൻ പലപ്പോഴും നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. കരുളായിലെ ഒരു മദ്രസ കേസ് വർഷങ്ങളായി, എത്ര വർഷം, 2007 തുടങ്ങിയതാണ്. അതിന് നീതിക്ക് വേണ്ടി എല്ലാ കോടതികളും അവിടെ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടും വഖഫ് ബോർഡ് സൈനുദ്ദീന്റെ ദാസ്യത്തിൽ കുടുങ്ങി. അവിടെ ആ പ്രശ്നം തീരാതിരിക്കുമ്പോൾ അദ്ദേഹത്തെ നേരിൽ കണ്ടുകൊണ്ട് ആ വിഷയം ഉണർത്താൻ വേണ്ടി പോകുമ്പോൾ സൈനുദ്ദീന്റെ ഭാഷ അയാളെ ഭാര്യയോടോ അയാളെ കുട്ടികളോടോ തറവാട് സ്വത്ത് ഓഹരി ചെയ്യുമ്പോൾ പറയേണ്ട രീതിയിലാണ് അദ്ദേഹത്തിന്റെ മലയാളം. അഡ്വക്കേറ്റ് സാർ, ഇത് നിങ്ങളെപ്പോലൊരു മാന്യന് ചേർന്ന ഭാഷയാണോ സാർ? നിങ്ങൾ എവിടെ നിന്നാണ് പഠിച്ചത്? ഞങ്ങൾക്ക് ചോദിക്കേണ്ടതുണ്ട്. പലപ്പോഴും അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാഷ, അദ്ദേഹത്തിന്റെ ശൈലി, അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് ഇതൊക്കെ മനസ്സിലാക്കാൻ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ വളർന്നിട്ടുണ്ട് എന്ന കാര്യം സൈനുദ്ദീനെയും അയാൾക്ക് കയറി വരാൻ കോണി വെച്ചു കൊടുത്തവരെയും ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, ഇനി അതിലുള്ള 2 മുസ്ലിം സംഘടനാ പ്രതിനിധികൾ. ഒന്ന് റഷീദ് അലി ശിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട മർഹൂം PMSA പൂക്കോയ തങ്ങൾ പാപ്പയുടെ പ്രിയപ്പെട്ട പേരക്കുട്ടി. ഞങ്ങൾക്ക് പറയാനുള്ളത്, തങ്ങളുപ്പാപ്പ, നിങ്ങളെ ഉപ്പാപ്പ, അവരെ ഉപ്പാപ്പ, 34ാമത്തെ ഉപ്പാപ്പ മുഹമ്മദ് മുസ്തഫ, ആ മുത്തുനബിയുടെ പേരക്കിടാവായ പൊന്നാര തങ്ങളുപ്പാപ്പ, നിങ്ങളെ കാൽക്കൽ ഞങ്ങൾ വന്നില്ലേ? ഈ ആരും നിങ്ങളെ തെരുവിലിറക്കരുത് എന്ന് പറഞ്ഞില്ലേ? വഖഫ് ബോർഡിനെ കുറിച്ച് സംസാരിച്ചില്ലേ? ഖാമ എന്നൊരക്ഷരം ഞാനത് പഠിക്കട്ടെ, ഞാനത് പ്രശ്നം ഒരു ഖാമ എന്നൊരക്ഷരം ഉരിയാടാതെ ഈ പ്രവർത്തകരെ തിരിച്ചയച്ചതിന് പുറമെ തങ്ങളുപ്പാപ്പ നിങ്ങളിരിക്കുന്ന കസേരയിൽ വെച്ചുകൊണ്ട് അനീതിക്ക് വേണ്ടി ഒപ്പിട്ട് കൊടുക്കുമ്പോൾ ഉപ്പാപ്പയെ ഒന്ന് ഓർക്കണ്ടേ എന്ന് ഞങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾ പാണക്കാട്ടുകാർക്കെതിരെ, ഞങ്ങൾ തങ്ങന്മാർക്കെതിരെ, തങ്ങന്മാരെ ആദരിക്കാൻ ഞങ്ങളെ ആരും പഠിപ്പിക്കണ്ട. ഒരു തങ്ങള് മാത്രമല്ല കേരളത്തിലുള്ളത്, 30 ചില്ലാനും തങ്ങളെ പരമ്പരയുണ്ട്. ഈ ഇരിക്കുന്നതൊക്കെ തങ്ങന്മാരാണ്. ജമലുല്ലൈലി സാദാത്യങ്ങൾ, ബുഖാരി സാദാത്യങ്ങൾ, അഹ്ദലി സാദാത്യങ്ങൾ, അതുപോലെ തന്നെ ബാഫക്കി സാദാത്യങ്ങൾ, ശിഹാബുദ്ദീൻ സാദാത്യങ്ങളെ പരമ്പരയുണ്ട്. ഞങ്ങൾ ഒരു തങ്ങളെ മാത്രം പിടിച്ചിട്ടല്ല, ഉപ്പാപ്പാന്റെ മുത്തുനബിയുടെ എല്ലാ മക്കളെയും പിടിച്ചുകൊണ്ട് ആഖിറം സമ്പാദിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. തങ്ങളുപ്പാപ്പ നടുറോട്ടിൽ നിങ്ങളെ പേര് പറയിപ്പിക്കുന്ന തരത്തിലുള്ള മോശപ്പെട്ട കസേരയിൽ ഇരിക്കുന്നതിനേക്കാൾ നല്ലത് സ്ഥാനം ഒഴിഞ്ഞുകൊടുത്ത് തറവാടിന്റെ മാന്യത കാക്കലാണെന്ന് സ്നേഹബുദ്ധി ഉണർത്തുകയാണ്. മറ്റൊരാള് അബ്ദുള്ള കോയ മദനിയാണ്. അബ്ദുള്ള കോയ മദനി എന്ന് പറഞ്ഞാൽ KNMന്റെ സംസ്ഥാന പ്രസിഡന്റ്. ഇപ്പൊ ഇത്രയും അംഗങ്ങളെ വായിച്ചപ്പോൾ നിങ്ങൾ ഓർക്കണം, ഇതിലൊരു മാന്യമര്യാദയോടുകൂടെ ആരാണ് ഈ കാര്യങ്ങൾ നടത്തുന്ന പേരുള്ളത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 മുസ്ലിം വനിതാ പ്രതിനിധികൾ 2013 വഖഫ് ആക്ട് ഭേദഗതി പ്രകാരം വനിതാ പ്രതിനിധികൾ വേണം. അതനുസരിച്ച് അഡ്വക്കേറ്റ് ഫാത്തിമ റോഷന ഒരു മാന്യതയുള്ള പെൺകുട്ടിയാണ്. ആ അഡ്വക്കേറ്റ് പലപ്പോഴും അവിടെ കേസ് നടക്കുമ്പോഴെല്ലാം അവരുടെ നീതിയുടെ ഭാഗം, എന്റെ വിയോജനക്കുറിപ്പെങ്കിലും രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് മാന്യമായ ഒരു നിലപാട് സ്വീകരിക്കുന്നത് പലപ്പോഴും നമുക്ക് റിപ്പോർട്ടുകളിൽ കണ്ടിട്ടുണ്ട്. രണ്ടാമത്തത് അഡ്വക്കേറ്റ് ഫാത്തിമ റോഷന. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അഡ്വക്കേറ്റ് ഫാത്തിമ റോഷനെയാണ് ഞാൻ പറഞ്ഞത്. ആ മഹതി പലപ്പോഴും നമുക്ക് അനുകൂലമായെന്നല്ല, നീതിയുടെ പേരിൽ പലപ്പോഴും അവരുടെ ശബ്ദം അവിടെ വിയോജനക്കുറിപ്പായി വന്നിട്ടുണ്ട്. അതേ സമയത്ത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഫാത്തിമ റോഷനയുടെ ആ നീതിപരമായ നിലപാട് പലപ്പോഴും സ്വാഗതാർഹമാണ്. ഷമീമ പദപ്പിൽ എന്നതാണ് KNMന്റെ മടവൂർ മുജാഹിദിന്റെ മറ്റൊരു പ്രതിനിധി. ആ ഷമീമയും അതുപോലെ തന്നെ സൈനുദ്ദീൻ, നിങ്ങൾ അറിയുമോ കേസുകളുടെ ഓരോന്നിന്റെ സ്വഭാവം? കേസ് കേൾക്കാൻ ഇവർക്ക് സമയം വേണ്ടേ? കേസിന് മാന്യമായ ഒരു നിലപാട് സ്വീകരിക്കണ്ടേ? പലപ്പോഴും ഈ വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ എന്താണ് സുന്നികൾക്കെതിരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? AP വിഭാഗത്തിന്റേതാണെങ്കിൽ അവിടെ കാലങ്ങളില്ലാതെ കേസ്
നീട്ടിക്കൊണ്ടുപോവുക. നമ്മൾ വഖഫിലെ രജിസ്ട്രേഷന് വേണ്ടി ആവശ്യപ്പെട്ടാൽ അതിന് അംഗീകാരം നൽകാതെ അത് നീട്ടിക്കൊണ്ടുപോവുക. ജനറൽ ബോഡി വിളിക്കാൻ ഉത്തരവിട്ടാൽ ജനറൽ ബോഡി വിളിക്കാതിരിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും പ്രമാദമായ കേസ് നടക്കുന്ന തച്ചെണ്ണയിലും അതേപോലെ തന്നെ പള്ളിക്കൽ ബസാറും രണ്ട് സ്ഥലത്തും ഏകദേശം സമാനമാണ് കേസിന്റെ സ്വഭാവം. പക്ഷേ പള്ളിക്കൽ ബസാറിൽ അവർക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി 10-20 വർഷമായി ആ രാജ്യത്ത് മുജാഹിദിന് വേറെ പള്ളിയുണ്ട്, ജമാഅത്തെ ഇസ്ലാമിക്ക് വേറെ പള്ളിയുണ്ട്, അവർക്ക് ഖബർസ്ഥാനുണ്ട്. അവരൊക്കെ പിരിഞ്ഞു പോയിട്ട് കാലങ്ങൾ കഴിഞ്ഞു. അവരാരും സുന്നി പള്ളി മഹല്ലത്തിലേക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നില്ല, അവരാരും വരിസംഖ്യ കൊടുക്കുന്നില്ല, അവരാരും അവിടെ മെമ്പർമാരുമല്ല. എന്നിട്ടോ വഖഫ് ബോർഡിന്റെ റിസീവർ പ്രിയപ്പെട്ട സഹോദരന്മാരെ അവർക്കൊക്കെ മെമ്പർഷിപ്പിന്റെ അംഗീകാരം കൊടുത്ത് അവർക്കൊക്കെ വോട്ടവകാശം കൊടുത്ത് ആ വിഭാഗത്തിന് ഭൂരിപക്ഷം ഉണ്ടാക്കി അത് കൈവശപ്പെടുത്തുന്നതിനുള്ള കുൽസിത ശ്രമത്തിന്റെ ഭാഗമായി അവിടെ നോമിനേഷനും അവിടെ ഇലക്ഷനും ഒക്കെ പ്രഖ്യാപിക്കുമ്പോൾ അവർക്കെല്ലാ ആനുകൂല്യങ്ങളും സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾക്ക് മെമ്പർമാർക്ക് അംഗീകാരമില്ല, അവർക്ക് വിവിധ കേസുകൾ, അവരെ പറ്റി പരാതികൾ, അവരെ നാമിനേഷൻ പത്രിക സ്വീകരിക്കാതിരിക്കൽ തുടങ്ങി വളരെ നിസ്കാരപരമായിരിക്കുന്ന സമീപനമാണ് പള്ളിക്കൽ ബസാറിൽ നടക്കുന്നതെങ്കിൽ അതേ സമയത്ത് തച്ചെണ്ണയിൽ ഒരു ജനറൽ ബോഡി വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ തീർച്ചയായും ബഹുഭൂരിപക്ഷം വരുന്ന അവിടുത്തെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാണ്. വർഷങ്ങളായി നടന്നു വരുന്ന തച്ചെണ്ണയിലെ പള്ളിയും അവിടുത്തെ മദ്രസയും അവിടുത്തെ സ്ഥാപനങ്ങളും അവിടുത്തെ മഹല്ലും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അത് സുന്നികളുടേത് മാത്രമാണ്. 40 അംഗങ്ങൾ ഉണ്ടായിരുന്നത് നേരത്തെ മുഴുവനും സുന്നികൾ മാത്രമാണ്. അങ്ങനത്തെ സ്ഥലത്ത് ജനറൽ ബോഡി വിളിക്കാൻ പറഞ്ഞിട്ട് പോലും വിളിക്കാൻ വഖഫ് ബോർഡ് തയ്യാറില്ല. പള്ളിക്കൽ ബസാറിൽ വിളിച്ച് വിധി എഴുതി വെക്കൽ കഴിഞ്ഞിരിക്കുന്നു. ഈ ഇരട്ടത്താപ്പ് നയം ഇനിയും തുടരാമെന്ന് തങ്ങൾ പാപ്പ ഒപ്പിടാൻ വിചാരിക്കണ്ട. നടക്കൂല കേട്ടോ, നടക്കൂല. ഞങ്ങളൊക്കെ വായിക്കുന്നുണ്ട്, ഞങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്, ഞങ്ങളൊക്കെ നിയമം പറയുന്നുണ്ട്, ഞങ്ങൾക്കും ഇതൊക്കെ നല്ല പോലെ ബോധ്യമുണ്ട്. തീർച്ചയായും കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഈ നടന്നതൊക്കെ വോട്ടവകാശമുള്ള ഇന്ത്യയിലെ കേരളത്തിലെ ചെറുപ്പക്കാരാണ്. ഓർത്ത് കളിച്ചോ സൂക്ഷിച്ചോ, ഓർത്ത് കളിച്ചോ സൂക്ഷിച്ചോ, ഓർത്ത് കളിച്ചോ സൂക്ഷിച്ചോ. തീർച്ചയായും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ നടുറോട്ടിൽ വെച്ചുകൊണ്ട് എന്തും ചെയ്യാമെന്നോ മെഹ്റാബിൽ നിന്ന് ഞങ്ങളെ വലിച്ചിട്ട് ഒരു കാലഘട്ടം ഇവിടെ കഴിഞ്ഞു. ഞങ്ങളൊരു പ്രവർത്തകൻ മിമ്പറിലേക്ക് ഖുത്ബ ഓതാൻ കയറുമ്പോൾ കുറ്റിപ്പുറം മണ്ഡലത്തിൽ നിന്ന് പഴയ കാലത്തെ ഖുത്ബക്കാൻ കയറുമ്പം അയാളെ പിടിച്ച് താഴെ ഇറക്കി. അയാൾ പുറത്ത് നിന്നിട്ട് പറഞ്ഞു ഓരോരോ വെള്ളിയാഴ്ച ഓരോരോ പള്ളിക്ക് ഖുത്ബ ഓതിയാലും നിങ്ങൾ വിചാരിച്ചത് പറയാൻ കിട്ടൂല. ഇന്ന് ആ മണ്ഡലം തന്നെ ഇല്ലാതെയായി. അതല്ലേ മനസ്സിലാക്കേണ്ടത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ ഓർക്കണം, മെഹ്റാബിലേക്ക് കയറി നിൽക്കുന്ന മുസ്ലിയാരെ അവിടുന്ന് നേരത്തെ ചട്ടം കെട്ടി വെച്ചിരിക്കുന്ന കൃത്രിമ പണ്ഡിതനെ അവിടെ കൊണ്ടുവന്ന് നിർത്തി മെഹ്റാബിൽ നിന്ന് ആളുകളെ വലിച്ചെടുക്കുക. പള്ളി കേന്ദ്രീകരിച്ച് വേണോ വോട്ട് നടത്താൻ? ജനാധിപത്യ വിശ്വാസികളിലെ എല്ലാ വിഭാഗം ആളുകളോടും ഞങ്ങൾ ചോദിക്കുന്നു. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വോട്ട് ചെയ്ത് അവർ വിജയത്തിലെത്തിയാൽ കോൺഗ്രസ് പാർട്ടിയാണ് അതിന്റെ ഭരണം തീരുമാനിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്ത് അവർ വിജയിച്ചാൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അതിന്റെ ഭരണം തീരുമാനിക്കുന്നത്. ബിജെപിക്ക് വോട്ട് ചെയ്ത് അവർ വിജയിച്ചാൽ അവരുടെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. മറിച്ച് പ്രിയപ്പെട്ട സഹോദരന്മാര് ഈ ശംസുദ്ദീന്റെ പാർട്ടിക്ക് വോട്ട് ചെയ്താൽ ശംസുദ്ദീന്റെ പാർട്ടിന്റെ വോട്ട് തീരുമാനിക്കണമെങ്കിൽ എവിടെ പോകണം? അതിന് തങ്ങളെടുത്ത് പോകണം. തങ്ങളെത്തിപ്പോ ഇപ്പോഴത്തെ തങ്ങൾ പാപ്പ എന്ത് കിട്ടിയാലും അതിനാരെ വിളിക്കണം? എസ്കെക്കാരെ വിളിക്കണം. എസ്കെക്കാര് ഭരണം നടത്താൻ നിങ്ങൾക്ക് വോട്ട് ചെയ്യേണ്ട ഗതികേട് ഈ കേരളത്തിൽ ഒരു പൗരനും ഇല്ല. ഞാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലെ സുഹൃത്തുക്കളോട് പറയുന്നത് ഞങ്ങളും ഒക്കെ പണ്ട് നിങ്ങളെ കൂടെ നിന്നവർ തന്നെയാണ്. ഈ കൂട്ടത്തിൽ അധിക പേരും അങ്ങനെ തന്നെ. എന്തുകൊണ്ട് നിങ്ങളിൽ നിന്ന് മാറി ചിന്തിക്കേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന നയം, നിലപാട്, തീരുമാനം അതൊക്കെ മുസ്ലിം സമൂഹത്തെ പ്രതിനിധീകരിച്ചായിരുന്നു. ഇന്ന് ചേളാരി വിഭാഗത്തോട് ചോദിച്ചുകൊണ്ട് ചെയ്യേണ്ട വളരെ വളരെ താഴ്ന്ന ഒരു നിലപാടിലേക്ക് പാർട്ടി പോകാൻ പാടില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത് മുസ്ലിം ലീഗ് തീരുമാനിക്കും, മുസ്ലിം ലീഗ് നടപ്പാക്കും. അത് ജനങ്ങളോട് പറയും. ചേളാരിക്കാരി എഴുതി കൊടുത്തത് തങ്ങൾ പാപ്പാന്റെ മേശപ്പുറത്ത്, അത് തങ്ങൾ പാപ്പ പറയണത് എല്ലാം തീരുമാനം. ഇതിനാണെങ്കിൽ പിന്നെ വോട്ട് ചെയ്യേണ്ട ആവശ്യം എന്താണ്? ഇനി നമുക്ക് വോട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഒരു ജനാധിപത്യ രാജ്യത്ത്? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് മുന്നണി സംവിധാനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതുപോലെ തന്നെ മറ്റു സംവിധാനങ്ങൾ എല്ലാം ഇവിടെയുണ്ട്. പക്ഷേ ലീഗിന്റെ ഉത്തരവാദപ്പെട്ടവരോട് ഞങ്ങൾ ഉണർത്തിയിട്ടുണ്ട് ഈ നിലപാട് ശരിയല്ല. പലപ്പോഴും പ്രശ്നങ്ങൾ കഴിഞ്ഞ 5 വർഷം ഞങ്ങൾ ശാന്തമായ അവസ്ഥയിൽ അവരോട് ഒരുപാട് കാര്യങ്ങൾ ഉണർത്തി. പക്ഷേ അതെല്ലാം ഞങ്ങളെ ഒരു മയക്ക് വെടി
വെച്ചുകൊണ്ട് ഉറക്കിക്കളത്താനല്ലാതെ നീതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് കാര്യങ്ങൾ നടപ്പാക്കാൻ തയ്യാറില്ലാത്തത് കൊണ്ടാണ് ഈ പ്രക്ഷോഭം നടത്തേണ്ടി വന്നത്. നേരത്തെ സ്റ്റേറ്റ് സെക്രട്ടറി ഓർമ്മപ്പെടുത്തിയതുപോലെ ഇനിയും പ്രക്ഷോഭങ്ങളുടെ മാലപ്പടക്കങ്ങൾ ഇവിടെ സംഭവിക്കുക തന്നെ ചെയ്യും. ഉത്തരവുകൾ പുറപ്പെടുവിക്കുമ്പോൾ വാദസമയത്ത് വക്കീലന്മാരും മറ്റ് മെമ്പർമാരും ഉന്നയിക്കുന്ന നിയമതടസ്സങ്ങളും ക്രമക്കേടുകളും പരിഗണിക്കാതിരിക്കുക എന്നത് വഖഫ് ബോർഡിന്റെ സ്ഥിരം സമയമാണ്. മെമ്പർമാരുടെ ഡിക്റ്റേഷൻ കൂടാതെ ഫയലുകൾ വീട്ടിലേക്ക് കൊണ്ടുപോയി ഇഷ്ടമുള്ളത് ഒപ്പിട്ട് കൊണ്ടുവരിക എന്നതാണ് തലശ്ശേരിയിലെ നേരത്തെ പറഞ്ഞ വക്കീലിന്റെ സ്വഭാവം. അതിന് അഫ്ഫഷിന്റെ ആട് മാതിരി മൂളിക്കൊടുക്കാൻ മൈനാജിയും ഉണ്ടാകും. ഓപ്പൺ കോർട്ടിൽ വെച്ച് മറ്റ് മെമ്പർമാരെ നോക്കുകുത്തികളാക്കി എതിർ വക്കീലുമാരെ അവഗണിച്ച് നല്ലോണം ആചാര്യമായി സൈനുദ്ദീൻ കുറുക്ക് ചർച്ച നടത്തിയിട്ടാണ് വഖഫ് ബോർഡിന്റെ തീരുമാനങ്ങൾ ഓരോന്നും പുറത്തേക്ക് വിടുന്നത്. പ്രിയപ്പെട്ട സഹോദരൻ, AP വിഭാഗമാണ് രജിസ്ട്രേഷന് വേണ്ടി അപേക്ഷിക്കുന്നതെങ്കിൽ ക്രമപ്രശ്നം ആരോപിക്കുക, അപേക്ഷ കേസ് ഫയലിലേക്ക് മാറ്റുക, അനന്തമായി നീട്ടിക്കൊണ്ടുപോവുക. വഖഫിന്റെ നിർമ്മാണ പ്രവർത്തികൾ AP വിഭാഗത്തിന്റേതാണെങ്കിൽ പെർമിഷൻ അനുവദിക്കാതെ നീട്ടിക്കൊണ്ടുപോവുക. പത്തനാപുരം ജുമാഅത്ത് പള്ളിയുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. മറ്റൊരു സംഭവം നിങ്ങൾ കേൾക്കണം. ഒരിക്കലും വഖഫ് ആക്ടിലോ വഖഫ് റൂൾസിലോ എവിടെയും സെഷൻ 32 മുഴുവനും വായിച്ചാൽ ഖാളി നിയമനം, പള്ളിയിൽ ജുമുഅ തുടങ്ങുക, ഈ വിഷയത്തിൽ വഖഫ് ബോർഡിന് യാതൊരു റോളുമില്ല. പക്ഷേ കേരളത്തിലെ വഖഫ് ബോർഡ് മാത്രം എന്താ ചെയ്തത്? യൂണിവേഴ്സിറ്റിക്കടുത്ത് ചെർണൂർ പാണക്കാട് പള്ളിയിൽ ജുമുഅ സ്ഥാപിക്കുന്നതിന് ആകെ എതിർപ്പ് ആർക്ക് മാത്രമാണ്? വഖഫ് ബോർഡിന് മാത്രം. വഖഫ് ബോർഡിന് ജുമുഅയുടെ കാര്യം സംസാരിക്കാൻ എന്തധികാരമുണ്ട്? വഖഫ് ബോർഡിന് ജുമുഅ നിർത്തലും ജുമുഅയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആക്ടിൽ എവിടെയെങ്കിലും ഒരു പരാമർശമുണ്ടോ? വഖഫ് ബോർഡ് അനധികൃതമായി മുസ്ലിം പള്ളികളിലേക്ക് കയറി വന്ന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മുസ്ലിമീങ്ങളെ, അതുപോലെ തന്നെ മറ്റു പാർട്ടികളിലെ മുസ്ലിമീങ്ങളെ ഒരു ജുമുഅ നടത്താൻ ഇവിടെ വഖഫ് ബോർഡിന്റെ സമ്മതം കിട്ടിയിട്ട് അവർ ചെയ്തു തരണമെന്ന് പറഞ്ഞാൽ ഈ വിവരമില്ലാത്ത ഇവരെ ഉപയോഗപ്പെടുത്തി നാം ഈ ബോർഡ് പുറത്തിക്കൊണ്ടുപോകുന്ന കാലത്തോളം സമാധാനം പള്ളികളിൽ ഉണ്ടാവുകയില്ല. രണ്ടാമത്തത് ഖാളി നിയമനം. ഖാളി നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വഖഫ് ആക്ടിൽ എവിടെയും ഒരു പരാമർശമില്ല. പക്ഷേ കാഞ്ഞങ്ങാട് പൊയ്യത്തുവയൽ പള്ളി മഹലിൽ ഖാസിയെ നിയമിച്ചത് സ്റ്റേ ചെയ്തിരിക്കുന്നത് വഖഫ് ബോർഡ് മാത്രമാണ്. വന്യവയോധികരായ ബഹുമാനപ്പെട്ട അലിക്കുഞ്ഞ് ഉസ്താദിനെയാണ് ആ നാട്ടുകാർ തൃപ്തിപ്പെട്ട് ഖാളിയായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ ഖാളി സ്ഥാനാരോഹണം അത് സ്റ്റേ ചെയ്തിരിക്കുന്നത്, ജുമുഅ നിർത്തിവച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഖാളി നിയമനത്തെക്കുറിച്ച് എവിടെയെങ്കിലും വഖഫ് ആക്ടിൽ പരാമർശമുണ്ടോ? ജുമുഅയെ കുറിച്ച് പരാമർശമുണ്ടോ? ജുമുഅത്ത് പള്ളിയും ഖാളിയും ഇതൊക്കെ വഖഫ് ബോർഡിന്റെ പരിധിയിലേക്ക് അനാവശ്യമായി കൊണ്ടുവന്ന് എന്താണ് വഖഫ് ബോർഡിന്റെ നിലപാട്? വഖഫ് ബോർഡ് സ്ഥാപിതമായത് പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുക, അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കുക, നാട്ടിലുള്ള വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കുക. ഇതിനു വേണ്ടി സ്ഥാപിതമായ വഖഫ് ബോർഡ് എന്താ ചെയ്യുന്നത്? നാട്ടിൽ അലങ്കോലമുണ്ടാക്കുക, അനീതിക്ക് കൂട്ടുനിൽക്കുക, അക്രമത്തിന് പ്രേരണ നൽകുക, അതേപോലെ തുടങ്ങിയിട്ട് വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെടുത്തുന്നതിന് സൗകര്യം ചെയ്തു കൊടുക്കുക മാത്രമല്ല, മമ്പുറം മക്കാമിന്റെ വിൽപ്പന പോലത്തെ സംഗതി വഖഫ് സ്വത്തുക്കൾ വിൽപ്പന നടത്താൻ വഖഫ് ബോർഡ് കൂട്ടുനിന്നതല്ലേ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതുപോലത്തെ പ്രവൃത്തികൾ 1, 2, 4 എണ്ണി പറയാനുണ്ട്. കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ മാത്രം 300ഓളം സ്ഥാപനങ്ങൾ ഇപ്പോൾ പൂട്ടിക്കിടക്കുകയാണ്. ആ പൂട്ടിക്കിടക്കുന്ന പ്രദേശങ്ങൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ ഓരോരുത്തരും ഒന്ന് സന്ദർശിച്ചാൽ അറിയാം അവിടുത്തെ ദയനീയാവസ്ഥ. കേസുകൾ നിലനിൽക്കുന്ന ആനക്കോയം, മുടിക്കോട്, വാഴയൂര്, മൂളപ്പുറം, വള്ളിക്കുന്ന്, പരുത്തിക്കോട്, കീഴ്പറമ്പ്, ചൂരോട്ട് ജുമാഅത്ത് പള്ളി, കൂട്ടാവ്, അതുപോലെ തന്നെ ഇന്ത്യനൂര്, 4 കേസാണ് ഇന്ത്യനൂര് നിലനിൽക്കുന്നത്. വെന്നിയൂര്, വലിയ പറപ്പൂര്, വറ്റല്ലൂര്, ഇങ്ങനെ മലപ്പുറം ജില്ലയിൽ മാത്രം എത്രയാണ് സ്ഥാപനങ്ങൾ പൂട്ടിക്കിടക്കുന്നതും കേസ് നിലനിൽക്കുന്നതും. ഇതൊക്കെ ഉണ്ടായിട്ടും തങ്ങൾ പാപ്പ നിങ്ങളെ സ്വന്തം നാട്ടിലല്ലേ ഇത് നടക്കുന്നത് എന്ന് നിങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾ തങ്ങൾക്കെതിരെ പള്ളി പൂട്ടിയാൽ അത് സ്വർഗത്തേക്ക് പോണ വഴിയാ. മുർഷിദുൽ അനാ മദ്രസ ഇന്ത്യനൂര് 3 കേസുകൾ നിലനിൽക്കുകയാണ്. അതുപോലെ തന്നെ അൽ മദ്രസത്തുൽ ഇസ്ലാമിയ നിലമ്പൂർ, ഈസ്റ്റ് പത്തനാപുരത്ത് 4 കേസാണ് നിലനിൽക്കുന്നത്. തർബിയത്തുൽ ഇസ്ലാം സംഘം, കൊമ്പങ്കല്ലി ജുമാഅത്ത് പള്ളി, കണ്ണമംഗലം വെസ്റ്റ് കാരാട്ടുങ്ങൽ, വലിയ പറപ്പൂർ ജുമാഅത്ത് പള്ളി, കരിപ്പൂര് വെള്ളാരമേട് ജുമാഅത്ത് പള്ളി, ചേരേമാട് ജുമാഅത്ത് പള്ളി, ഇരുമ്പുചോല, വീക്കപ്പടി ദാറുൽ ഇസ്ലാം, അതുപോലെ തന്നെ വള്ളിക്കുന്ന്, ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് മഞ്ഞപ്പെട്ടി, ചറമംഗലം, ഷൗക്കുൽ ഇസ്ലാം മദ്രസ, കരുളായി ചെട്ടി,
അനന്താവൂർ മുഖ്യമുസ്ലിം അവിടെയൊക്കെയുള്ള പ്രവർത്തകർ എത്ര കഷ്ടപ്പാടിലാണെന്നറിയോ? അനന്താവൂരിലൊക്കെ പ്രവർത്തകന്മാർ കണ്ണീര് കുടിച്ചിട്ടുണ്ട്. അവരെ സ്വന്തം സ്വത്ത് വിറ്റും അവരെ ഭാര്യമാരുടെ കെട്ടുതാലി വിറ്റ് വരെ കേസ് നടത്തേണ്ട ഗതികേട് ഈ പ്രദേശങ്ങളിലൊക്കെ നിലനിൽക്കുകയാണ്. അതുപോലെ തന്നെ മുനവ്വിറുൽ ഇസ്ലാം മദ്രസ തിരൂര്, മൂന്നിയൂര് മമ്പൗലൂര് മദ്രസ തിരൂരങ്ങാടി, പാലങ്ങാട് ബാലക്കോട് സുബുലുസലാം മദ്രസ, എടയൂര് മൊയ്നുൽ ഇസ്ലാം മദ്രസ. എത്ര കാലമായി ഇതൊക്കെ കേസ് നടക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രണ്ട് വിഭാഗം നടത്തുന്ന മദ്രസ നാട്ടുമധ്യത്തിൽ തീർന്ന് ആ കെട്ടിടം അവർക്ക്, ഈ കെട്ടിടം ഇവർക്ക് തീരുമാനമായി. മറ്റവരെ കെട്ടിടം പുതുക്കി പണിയുമ്പോൾ നമ്മൾ സഹകരിച്ചു കൊടുത്തു. നമ്മുടെ കെട്ടിടം പണിയുന്നതിന് വേണ്ടി പണി ആരംഭിക്കുമ്പോൾ അങ്ങനെ സ്റ്റേ ചെയ്ത് നിർത്തിയിരിക്കുന്ന മദ്രസ കെട്ടിടങ്ങളെ കാലുകൾ പൊന്തി എത്ര വർഷം നിൽക്കുന്നതുണ്ട്. തങ്ങൾ പാപ്പ ഇതൊക്കെ ഒന്ന് അന്വേഷിച്ചുകൂടെ? ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, വോട്ടും ഇലക്ഷനും ഒക്കെ പ്രഖ്യാപിക്കുമ്പോൾ മാത്രം സുന്നികൾക്കൊരു മഴക്കുവടി കൊണ്ട് ഉറങ്ങിക്കിടക്കുമെന്ന വിചാരം വേണ്ടേ? വേണ്ട, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. തീർച്ചയായും എന്റെ പ്രിയപ്പെട്ട വോട്ടർമാർ, എന്റെ പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ, നമ്മുടെ വോട്ട് എന്ന് പറയുന്നത്, നമ്മുടെ സമ്മതിദാനം അവകാശം എന്ന് പറയുന്നത് നാട്ടിലിറക്കി മുദ്രാവാക്യം വിളിക്കാനുള്ളതല്ല. ഏതെങ്കിലും സ്ഥാനാർത്ഥിയെ ഇനം തിരിച്ചുകൊണ്ട് മറ്റേതെങ്കിലും ചെയ്യാനുള്ളതല്ല. പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഓർക്കണം, AP ഉസ്താദ് സ്ഥാപിച്ചിരിക്കുന്ന 3000 ജുമാഅത്ത് പള്ളി, 10,000 മദ്രസ, 350ഓളം ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ, അതുപോലെ തന്നെ 300-ലധികം വരുന്ന ദഅവ കോളേജുകൾ. ഇതൊക്കെ ഇവിടെ നിലനിൽക്കുന്നതിന് ആവശ്യമായ ഒരു വോട്ട്. ഇവിടെ എല്ലാം വഖഫ് ബോർഡിനെ കൊണ്ട് നമ്മളെ പള്ളി പൂട്ടിക്കുന്ന, കോളേജ് പൂട്ടിക്കുന്ന, കുട്ടികളെ പിരിച്ചുവിടുന്ന, നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കുന്ന അവർക്ക് വോട്ട് കൊടുത്ത് പടച്ചോന്റെ അടുക്കൽ കെട്ടുകാരാകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ വഖഫ് ഡിവിഷൻ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ മാർച്ചിൽ നമ്മുടെ നേതാക്കൾ നമ്മോട് നൽകിയ നിർദ്ദേശങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. അടുത്ത ഘട്ടം ഈ പ്രതിഷേധം കൊണ്ട് പാഠം പഠിച്ചിട്ടില്ല എങ്കിൽ, സുന്നികളെ ഗൗരവത്തോടെ കണ്ടിട്ടില്ല എങ്കിൽ അടുത്ത ഘട്ടം പ്രക്ഷോഭം ഇതിനേക്കാളും വലിയതായിരിക്കും എന്ന് നേതൃത്വം നമുക്ക് നൽകിയ ആ ഉറപ്പ് നമ്മൾ പ്രവർത്തകര് മുഖവിലക്ക് എടുത്തിട്ട് വേണം ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ എന്ന് ഓർമ്മപ്പെടുത്തി ഇവിടെ ഒരുമിച്ചുകൂടിയ മുഴുവൻ പ്രവർത്തകർക്കും ഒറ്റവാക്കിൽ കൃതജ്ഞത അറിയിച്ചുകൊണ്ട് നമ്മോട് ഈ മാർച്ചിന് നേതൃത്വം നൽകിയ നേതാക്കളും ശഹീദന്മാരും, അതുപോലെ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി മജീദ് മാസ്റ്റർ കക്കാർ, മുഖ്യപ്രഭാഷണം നടത്തിയ മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ ഉപാധ്യക്ഷൻ കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി തുടങ്ങി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അർഹമർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ നല്ല ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് നാം നടത്തിയ ഈ പ്രവർത്തനം അവൻ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് പ്ലേ കാർഡുകൾ എല്ലാവരും തിരിച്ച് ഏൽപ്പിക്കണം എന്നുകൂടി അറിയിച്ചു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.